വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-47 മുതൽ 56 വരെ. സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ കരയിരുന്ന വഞ്ചി കടലിന്റെ നടുവിലും യേശു ഏകനായ കരയിലും ആയിരുന്നു. ശിഷ്യന്മാർ യാത്ര ചെയ്യുമ്പോൾ കാറ്റ് പ്രതികൂലമായിരുന്നതുകൊണ്ട് അവർ തുഴഞ്ഞ് വിഷമിക്കുന്നത് യേശു കണ്ടു. രാത്രി 4-ാമത്തിൽ യേശു കടലിൽ മീതെ നടന്ന് അവിടെ അടുക്കൽ കൂടി അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു. അവൻ വെള്ളത്തിന്മേൽ നടക്കുന്നത് കണ്ട് അതൊരു ഭൂതമായിരിക്കുമെന്ന് വിചാരിച്ച് അവർ ഭയപ്പെട്ട് നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ, ഞാൻ തന്നെ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. വഞ്ചിയിൽ അവിടെ അടുത്തേക്ക് അവൻ കയറി ചെന്നു. കാറ്റടങ്ങി. അവർ വിസ്മയിച്ച് അത്യന്തം പരിഭ്രമിച്ചു. അപ്പം വർദ്ധിപ്പിച്ചതിൻ്റെ പൊരുൾ പോലും അവർ ഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ അവരുടെ ഹൃദയം കടുത്തിരുന്നു. അവർ അക്കരയ്ക്ക് കടന്ന് ഗന്നസരത്ത് ദേശത്തെത്തി. യേശു വഞ്ചിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ ജനങ്ങൾ അവനെ അറിഞ്ഞു. അവർ നാട്ടിലൊക്കെയും ഓടി നടന്ന് അവനുണ്ടെന്ന് കേൾക്കുന്ന സ്ഥലത്തേക്ക് ദീനക്കാരെ കിടക്കയിൽ എടുത്തുകൊണ്ട് വന്നത് തുടങ്ങി. ഊരുകളിലോ പട്ടണങ്ങളിലോ കുടികളിലോ അവർ ചെന്ന് ഇടത്ത് ഒക്കെയും അവർ തിരുവീഥികളിൽ രോഗികളെ കൊണ്ടുവന്ന് കിടത്തി. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊടേണ്ടതിന് അപേക്ഷിക്കുകയും അവനെ തൊട്ടവരൊക്കെയും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. ഇരിക്കാം. വലിയ നോമ്പിലെ 5-ാം വ്യാഴാഴ്ച പ്രഭാതത്തിൽ വായിക്കേണ്ട വേദഭാഗം നമ്മൾ വായിച്ച് സ്വയപരിശോധന നടത്തുകയാണ്. നമ്മൾ ഇന്നലെ കേട്ടതായ സന്ദേശത്തിൻ്റെ ബാക്കിയായി ഇന്നത്തെ തിരുവചനങ്ങൾ നമ്മളോട് എന്താണ് സംസാരിക്കുന്നത്? ഏകരക്ഷകനായ യേശു അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയായ ലോകത്തിൽ അവതരിച്ച് പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യനായി വന്നത് മനുഷ്യരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ്. സ്വർഗത്തിൽ നിന്ന് വന്നവനായ കർത്താവിന് മാത്രമേ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ സാധിക്കൂ എന്നുള്ള വലിയ സത്യം പഠിപ്പിക്കുകയായിരുന്നു. യേശുവിന് മാത്രമുള്ള പ്രത്യേകത, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഏകപുത്രൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വന്നിട്ട് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയ കൂട്ടത്തിൽ നമ്മുടെ ആത്മാക്കളെയും സ്വർഗത്തോളം കൊണ്ടുപോയി അവിടെ ഇരുത്തിയിരിക്കുന്നു എന്നുള്ളത് എത്ര പ്രത്യാശ നൽകുന്ന കാര്യമാണ്. യേശുക്രിസ്തുവിൻ്റെ മാത്രമുള്ള പ്രത്യേകത അതാണ്. നമ്മുടെ ആത്മാക്കളെ വഹിച്ചുകൊണ്ട് അവൻ ദൈവസന്നിധിയിലിരുന്നു, ഭൂമിയിൽ ജനിച്ചു, 30 കൊല്ലം നന്മയെ തീർക്കാൻ പ്രായമായിരുന്നതിനും കൊണ്ട് ഉപജീവിച്ചു. 30-ാം വയസ്സിൽ യോർദാൻ നദിയിൽ നമ്മുടെ ആത്മാക്കളെ വഹിച്ചുകൊണ്ട് സ്നാനമേറ്റു. ദൈവത്തിൻ്റെ പ്രിയം ഏറ്റുവാങ്ങി. മനുഷ്യർക്കാർക്കും പ്രസാദം നേടുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ സകല മനുഷ്യനും പാപം ചെയ്ത് ദൈവകോപത്തിന് വിധേയരായിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയായി ലോകത്തിൽ അവതരിച്ച് കന്യകയിൽ നിന്ന് ജനിച്ചതായ പുത്രൻ പിതാവിനെ പ്രസാദിപ്പിച്ചു. അങ്ങനെ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, വേറെ ആരെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. അതിനകത്തെ നമ്മുടെ നേട്ടം, നമ്മുടെ ആത്മാക്കളെ വഹിച്ചുകൊണ്ടാണ് ഈ പ്രസാദം നേടിയതെങ്കിൽ നമുക്കൂടെ ആ പ്രസാദം കിട്ടിയിട്ടുണ്ട്. നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ പാപികളായി ഭൂമിയിൽ പറന്ന് ദൈവത്തിൻ്റെ ശത്രുക്കളായിരിക്കുമ്പോൾ ആദാമിൻ്റെ ഹവ്വയുടെയും പാപത്തിന് പങ്കാളിയാകാതെ നമ്മുടെ ആത്മാക്കളെ പിതാവായ ദൈവം പുത്രനെ ഏൽപ്പിച്ചിട്ട് പുത്രൻ നമ്മളെ സൂക്ഷിച്ചു വെച്ചിരുന്നു. അതുകൊണ്ട് ആദാമിൻ്റെ ഹവ്വയുടെയും പാപവീഴ്ചയിൽ നമ്മുടെ ആത്മാക്കൾക്ക് പങ്കില്ല. നമ്മുടെ ദേഹിക്കും നമ്മുടെ ശരീരത്തിന് മാത്രമേ ആ പൂർവ്വശാപത്തിൻ്റെ കെടുതിയുള്ളൂ. പൂർവ്വശാപമില്ലാത്തതും നമ്മൾ ആദാമഹവയും മനുഷ്യാദിയും പാപം ചെയ്തപ്പോൾ അതിന് കൂട്ടു നിൽക്കാത്തതുമായ ഒരാത്മാവ് നമുക്കുണ്ട്. ആത്മാവിനെ ഭദ്രമായി പിതാവ് പുത്രനിൽ സൂക്ഷിച്ചിരിക്കുന്നു. ആ പിതാവ് പുത്രനിൽ സൂക്ഷിച്ചിരുന്ന ആത്മാക്കളെ വഹിച്ചുകൊണ്ടാണ് 30 കൊല്ലം ഈ ഭൂമിയിൽ തിന്മയെ തള്ളി നന്മയെ തീർക്കാൻ പ്രായമാകുന്നവരെ തൈരും തേനും കൊണ്ട് ഉപജീവിച്ചത്. അവിടെ പിതാവിൻ്റെ പ്രസാദം ഭൂമിയിൽ പിറന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ ആദ്യമായി യേശു ആർജിക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ആത്മാക്കളും ആ പ്രസാദം ഏറ്റുവാങ്ങി. അതിന് നിങ്ങൾ ഇത്രയും നാളായിട്ട് നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മളുടെ ദേഹിയും നമ്മുടെ ദേഹവും ദൈവകോപത്തിന് വിധേയമായി പാപമംഗലമായി പിശാചിൻ്റെ
ഒളിപ്പിടമായി മാറിയ സാഹചര്യത്തിൽ ഈ വലിയ അപകടത്തിൽ നമുക്ക് ദോഷം സംഭവിക്കാതിരിക്കാൻ ആ ഏദൻ തോട്ടത്തിലെ വലിയ അപകടത്തിൽ ആദാമും ഹവ്വയും ദൈവത്തിൻ്റെ വാളത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ വചനമാകുന്ന വാളത്തിൽ നിന്ന് പാപക്കുഴിയിലേക്ക് അങ്ങ് പർദീസായിൽ താമസിക്കേണ്ടിയിരുന്നവർ പാതാളം വരെ താണുപോയ അപകടത്തിൽ നമ്മുടെ ആത്മാക്കൾക്ക് പങ്കില്ല. നമ്മളെ ആത്മാക്കൾ, വിലയേറിയ ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പിതാവിൻ്റെ മുൻകരുതലിന് നമുക്ക് നന്ദി പറയാം. ആ പുത്രൻ നമ്മുടെ ആത്മാക്കളെ വഹിച്ചുകൊണ്ടാണ് ഈ സ്വർഗാരോഹണം ചെയ്യുന്ന പണി വരെ ചെയ്തിരിക്കുന്നത്. ഇനി ആ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ വന്ന് താമസിച്ചാൽ മതി, നമ്മുടെ ശരീരവും നമ്മുടെ ദേഹിയും സ്വർഗത്തിൽ കയറും. അപ്പോൾ സ്വർഗത്തിൽ കയറിയവനായ കർത്താവ് നമ്മുടെ ആത്മാക്കളെ കൊണ്ട് കയറിയിരിക്കുന്നത് എവിടെ ആ ആത്മാക്കൾ യേശുവിൻ്റെ ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാനം ചെയ്ത് യേശുവിൻ്റെ ശരീരത്തിൽ ഇരിക്കുന്നുവോ അവിടെ തന്നെ നമ്മുടെ പ്രാണനും എത്തണം. പ്രാണൻ മുഴുവൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആത്മാവും പ്രാണനും കൂടെ ഭൂമിയിൽ വന്ന് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച ശരീരത്തെയും കൂടെ അങ്ങ് കൊണ്ടുപോകും. ഇതാണ് നമ്മുടെ പ്രത്യാശ. അപ്പോൾ നമ്മുടെ ശരീരം പൂർണ്ണമായി പരിശുദ്ധാത്മാവിൻ്റെ കുടിയിരിപ്പിൻ്റെ ഭവനമായാൽ മതി. കണ്ണടച്ച് തുറക്കുന്നതിനിടയിൽ നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയും. നമ്മുടെ ശരീരം മരിച്ച് മണ്ണടിഞ്ഞ് മണ്ണുമായി ചേർന്ന് മണ്ണിൻ്റെ അടിയിലായി പോയാലും പേടിക്കണ്ട. വീണ്ടെടുക്കപ്പെട്ട് സ്വർഗാരോഹണം ചെയ്ത് നമ്മുടെ ആത്മാവും യേശുവിൻ്റെ മാറിലെത്തിയ പ്രാണനും കൂടെ ശരീരത്തോടെ ഭൂമിയിൽ വന്ന് നമ്മുടെ ശരീരത്തെ ഉയർപ്പിക്കുമെന്നുള്ളതാണ് നമ്മുടെ മറ്റൊരു പ്രത്യാശ. അപ്പോൾ മരിച്ചാലും പേടിക്കണ്ട, മരിച്ചില്ലേലും പേടിക്കണ്ട. ഇപ്പോൾ കർത്താവ് വരികയാണെങ്കിൽ നമ്മുടെ പ്രാണം മുഴുവൻ യേശുവിലുണ്ടെങ്കിൽ കണ്ണടച്ച് തുറക്കുന്നിടയിൽ കർത്താവിൻ്റെ അടുത്തിരിക്കും. കർത്താവിൻ്റെ കല്യാണം കൊണ്ടുവന്നിരിക്കും. അതിന് സമയമൊന്നും വേണ്ട. കൊള്ളിയാൻ മിന്നുന്ന പോലെ ആയിരിക്കും കാര്യം. കൊള്ളിയാൻ മിന്നുന്നത് എത്ര പെട്ടെന്ന് അതുപോലെ നമ്മുടെ പ്രാണൻ മുഴുവനും യേശുവിലുണ്ടെങ്കിൽ, 2/3 അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ ആ ശരീരത്തിന് രൂപാന്തരപ്പെടാനോ ഉയർത്തെഴുന്നേൽക്കാനോ ഒരു പ്രയാസവും ഇല്ല. അതേക്കുറിച്ച് ആരും ഭാരപ്പെടേണ്ട. നമ്മൾ ഭാരപ്പെടേണ്ടത് ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ മാറിൽ എത്തിയിരിക്കുന്ന, അവിടെ വസിക്കുന്ന നമ്മുടെ ആത്മാക്കളോട് ചേരുവാൻ നമ്മുടെ പ്രാണൻ അവിടെ എത്തുന്നുണ്ടെന്നുള്ളതാണ്. ഓരോ ദിവസത്തെ പ്രാണൻ അങ്ങോട്ട് ചെന്നാലേ നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ അകത്തെ ശരീരത്തിൻ്റെ വളർച്ച പൂർത്തിയാവുള്ളൂ. അതുകൊണ്ട് ആത്മശരീരത്തിൻ്റെ രൂപാന്തരമാണ്, അതിൻ്റെ വളർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അതുകൊണ്ടാണ് ഭയത്തോടും വിറയലോടും കൂടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കണമെന്ന് ഫിലിപ്പിയർ 2:12 പറഞ്ഞു. എന്താ ഭയവും വിറയലും വരേണ്ട കാര്യം? സ്വയാശ്രയത്തിൽ താഴോട്ട് പോകും, അവിശ്വാസത്തിൽ ഇത് താഴോട്ട് പോകും. അവിശ്വാസം കൊണ്ടും പിന്മാറ്റം കൊണ്ടും അലസത കൊണ്ടും എല്ലാം ഈ രക്ഷയ്ക്ക് തടസ്സം വരും. അതുകൊണ്ട് ഇതൊക്കെ വരുന്നുണ്ടോയെന്ന് ജാഗ്രതയോടെ സൂക്ഷിച്ചോണം. അല്പാലസ്യം മൂലവിധ വിഴവഴി അവനെ നയിക്കുന്നു, സ്വന്തം ഇഷ്ടത്താൽ ആത്മവധം ചെയ്യും എന്ന് നമ്മൾ പാടുന്നുണ്ട്. അപ്പോൾ ആത്മവധം എന്ന് പറയുന്നത് പ്രാണൻ്റെ വധത്തിൻ്റെ കാര്യമാണ്. പ്രാണൻ്റെ പര്യായമായിട്ടാണ് ആത്മാവിനെ പലയിടത്തും ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി എന്ന് പറയുന്ന ആ 3 വാക്കുകൾക്ക് മലയാളത്തിൽ പല വാക്കുകളുണ്ട്. നമ്മുടെ ലോകാരംഭത്തിന് മുമ്പേ സൃഷ്ടിക്കപ്പെട്ട് പുത്രനിൽ മറച്ചിരുന്ന ആ വശത്തിൻ്റെ പേരാണ് ആത്മാവ് അല്ലെങ്കിൽ സ്പിരിറ്റ്. അത് നമ്മുടെ ആദിമാതാക്കളുടെ പാപത്തിൽ പങ്കാളിത്തം ഇല്ലാത്തതാണ്. എന്നാൽ പാപം ചെയ്യുമ്പോൾ പിശാചും നമ്മുടെ ദേഹിയും നമ്മുടെ ശരീരം കൂടെ കൂടിയാണ് പാപം ചെയ്യുന്നത്. ദൈവാത്മാവ് ഇരിക്കേണ്ടടുത്ത് പിശാച് കയറുമ്പോഴാണ് പാപം ചെയ്യേണ്ടി വരുന്നത്. നമ്മുടെ ദേഹിയിലും നമ്മുടെ ശരീരത്തിലും പരിശുദ്ധാത്മാവ് വസിക്കുമ്പോൾ പാപം ചെയ്യാൻ ഒക്കുകയില്ല. നന്മ മാത്രമേ ചെയ്യാൻ ഒക്കുകയുള്ളൂ. നമ്മുടെ ഉള്ളിലെ ആത്മാവിനെ ദുഃഖിപ്പിക്കുകയോ മരവിപ്പിക്കുകയോ ഇറക്കി വിടുകയോ ചെയ്തിട്ട് കള്ളനായ പിശാച് അകത്ത് കയറുമ്പോഴാണ് നമ്മൾ പാപം ചെയ്ത് പാതാളത്തിൽ പോകേണ്ടി വരുന്നത്. ഈ കാര്യങ്ങളൊക്കെയും പഠിക്കുവാൻ പറ്റിയ വിധത്തിലുള്ള തിരുവചനങ്ങൾ നമ്മളിന്ന് വായിച്ചിരിക്കുന്നു. ഏകരക്ഷകനായ യേശു നമ്മിൽ ജീവിക്കുകയാണെങ്കിൽ, ഏകരക്ഷകനായ യേശുവിൽ നമ്മുടെ പ്രാണൻ രക്ഷപ്പെട്ട് വസിക്കുകയാണെങ്കിൽ നമ്മൾ യേശുവിനെ പോലെയാവും. യേശു ചെയ്ത പ്രവൃത്തിയൊക്കെ ചെയ്യാം, അതിനൊക്കെ വലുതും ചെയ്യാമെന്നുള്ള കാര്യമാണ് ഇന്ന് വായിച്ചതായ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് വായിച്ചതായ അപ്പോസ്തല പ്രവൃത്തി 19 അധ്യായത്തിൽ പൗലൂസ് യേശുവിനെ ഉദ്ധരിച്ച നാളുണ്ട്, അവിശ്വസിച്ച കാലമുണ്ട്, വിശ്വസിച്ച കാലമുണ്ട്. വിശ്വസിച്ചതിന് ശേഷം പൗലൂസിൽ യേശു ജനിച്ച ശേഷം യേശു പൗലൂസിൽ പ്രായപൂർത്തിയായി
മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് പൗലൂസിന്റെ പ്രാണൻ മുഴുവൻ പരിശുദ്ധ ആത്മാവിൽ നിറഞ്ഞപ്പോൾ ആത്മാവും പ്രാണനും കൂടെ ചേർന്ന് ശരീരത്തിൽ വസിച്ചപ്പോൾ ആ ശരീരം കൊണ്ട് യേശു ചെയ്തതും ചെയ്തതിനൊക്കെ വലിയ കാര്യവും ചെയ്തു. ആ കാര്യമാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത്. അപ്പോൾ നോയമ്പിൻ്റെ 5-ാം വാരത്തിൽ നമ്മളത് നേടിയോ, കഴിഞ്ഞ നോമ്പിൽ അത് നേടിയോ എന്നൊക്കെ പരിശോധിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് 12-ാം വാക്യത്തിൽ, 11ഉം 12ഉം വാക്യത്തിൽ ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീരപ്രവൃത്തികൾ ചെയ്യിക്കയാൽ അവൻ്റെ മെയ്മേൽ നിന്ന് റൂമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ട് വന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തിരുന്നു. യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടവർക്ക് സൗഖ്യം കിട്ടിയതുപോലെ തന്നെ പൗലോസിൻ്റെ വസ്ത്രത്തിൽ തൊട്ടവർക്കും സൗഖ്യം കിട്ടി. അപ്പം അതിൻ്റെ അർത്ഥം വിശ്വാസം പൂർണ്ണമായെന്നാണ്. അപ്പോൾ വിശ്വാസം പൂർണ്ണമാകാമെങ്കിൽ നമ്മൾ യേശു ജീവിക്കും. യേശു ചെയ്ത എല്ലാ പ്രവൃത്തിയും നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇപ്പം നമ്മുടെ ഉള്ളിൽ യേശു ജീവിക്കുന്നുണ്ടല്ലോ എന്ന് അളക്കാൻ എളുപ്പമല്ലേ? ആരെല്ലാം നമ്മളെ മുട്ടുകയും തൊടുകയൊക്കെ ചെയ്യുന്നു, വല്ലവർക്കും വല്ല ഗുണമുണ്ടോ? നമ്മുടെ വസ്ത്രത്തിൽ ആരെല്ലാം തൊടുന്നു, നമ്മൾ ആരെയെല്ലാം മുട്ടുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ വിശ്വാസം അപൂർണമാണ്. നമ്മുടെ വിശ്വാസം, നമ്മുടെ രക്ഷ അപൂർണമാണ്. രക്ഷാപൂർത്തി ഇതുവരെയും പ്രാപിച്ചിട്ടില്ല. ഇനിയും പ്രാണൻ രക്ഷപ്പെടാൻ ഉണ്ട്. അതിനാരെങ്കിലും ബന്ധപ്പെടുവോ? അതുകൊണ്ട് കർത്താവെ രക്ഷപ്പെട്ടത് പോരാ, ഏക രക്ഷകനായ യേശു എൻ്റെ ഉള്ളിൽ 100% ജീവിക്കുന്നില്ല. എൻ്റെ ഉള്ളിൽ പിശാചിന് എവിടെയൊക്കെയോ ഒളിപ്പിടമുണ്ട്. ഇന്നലെ നമ്മൾ കേട്ട ഒരു സന്ദേശം, പിശാച് ഒളിച്ചിരിക്കുന്ന 3-4 ഇടങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെന്നാണ്. ഏതൊക്കെയാണ് പിശാച് ഒളിച്ചിരിക്കുന്ന ഒളിപ്പിടങ്ങൾ? എവിടെയെല്ലാമാണ്? ക്ഷമിക്കാത്ത ഹൃദയത്തിൽ പിശാചിന് ഒളിപ്പിടമുണ്ട്. ഏതാ? പാപം മറച്ചു വെച്ച്, പാപം ഒളിച്ചു വെച്ച് കപടഭക്തിയിൽ ജീവിക്കുന്നവരുടെ ഉള്ളിൽ ആരുണ്ട്? പിശാചിന് ഒളിപ്പിടമുണ്ട്. ഉണങ്ങാത്ത മുറിവുകളിലെ പഴുപ്പിലും ചലത്തിലും ഒക്കെ ആരുണ്ട്? പിശാച്. പഴുപ്പും ചലവുമൊക്കെ വന്നാൽ ഇഷ്ടമുള്ള ചില ജീവികളുണ്ട്. കൃമികൾ, ബാക്ടീരിയ, ഈച്ച. ഇതിനെല്ലാം നല്ല നല്ല രസമായി പഴുപ്പ്. അതിന് ഈച്ച ആർത്തുകൊണ്ടിരിക്കും. നമ്മുടെ കയ്യിലോ കാലിലോ വെച്ച് കെട്ടാത്തൊരു പുണ്ണുണ്ടെങ്കിൽ ഓടി വരുന്ന ആരാ? ഈച്ച. ഈച്ചയ്ക്ക് ഈ പഴുപ്പ് വലിയ ഇഷ്ടമാണത്. അത് വലിച്ചാൽ കുടിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ മുറിവുകളും പഴുപ്പുകളും ചതവുകളും ഒക്കെ ഇഷ്ടപ്പെടുകയും അതിൽ ജീവിക്കുകയും ചെയ്യുന്ന തിന്മയുടെ ശക്തികൾ ഉണ്ട്. വേണ്ടാത്ത കാര്യം തലേ വെച്ചുകൊണ്ട് നടന്നാൽ അവിടെ വേണ്ടാത്തവൻ കയറിയിരിക്കും. അപ്പോൾ വേണ്ടാത്തവൻ കയറിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? വേണ്ടാത്തകത്ത് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എല്ലാ ദിവസവും വേണ്ടാത്തത് വല്ലതും അകത്തുണ്ടോ എന്ന് നോക്കിക്കോണം. അതാ ശുദ്ധീകരണം എന്ന് പറയുന്നത്. വേണ്ടാത്തത് കളഞ്ഞോണം. ഇന്ന് വേണ്ടിയത് നാളെ വേണ്ടാത്തതാകും. അങ്ങനെയുണ്ട് കേട്ടോ. കാലഹരണപ്പെട്ടു പോകുന്ന കാര്യങ്ങളുണ്ട്. ഇന്ന് നമ്മൾ വളരെ രുചികരമായ ആഹാരം കൈകൊണ്ട് ഉരുട്ടി വായിലിട്ട് ചരച്ച് കഴിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ വേണ്ടാത്ത ഉണ്ടാവും അതിനകത്ത്. കുറേ മണിക്കൂറുകൾ കഴിയുമ്പോൾ, ദഹന പ്രക്രിയ കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ ശരീരത്തിന് വേണ്ടതെല്ലാം എടുത്തിട്ട് ബാക്കി വൻകുടലിലോട്ടങ്ങ് മാറുക. അത് വേണ്ടാത്ത സാധനം അവന്. ടോയ്ലറ്റിൽ പോകാൻ നോക്കിയിരിക്കുക അത്. അപ്പോൾ ടോയ്ലറ്റിൽ കൊണ്ട് കളയേണ്ട വേണ്ടാത്തത് നമ്മൾ കൊണ്ടു നടന്നാൽ എങ്ങനെ ഇരിക്കും? അത് പിന്നെ ദുർഗന്ധമായി അടുത്തിരിക്കുന്നവർക്കെല്ലാം ദുർഗന്ധം കൊടുക്കും. അത് വയറ്റുവേദന വരുത്തും, ദഹനക്കേട് വരുത്തും, ഒത്തിരി പ്രശ്നം ഉണ്ടാകും. പല പ്രശ്നങ്ങളായിട്ട് അതുകൊണ്ട് എല്ലാ ദിവസവും വേണ്ടാത്തത് കളഞ്ഞുകൊണ്ടേ ഇരിക്കണം. അപ്പം ഇന്ന് വേണ്ടത് നാളെ വേണ്ടാത്തതായി മാറും. കാലഹരണപ്പെട്ടതുകൊണ്ട് കൊണ്ട് നടക്കരുത്. അതുകൊണ്ട് ശുദ്ധീകരണം, പരിശുദ്ധാത്മാവ് പറയും ഇന്നിത് വേണ്ട, ഇന്നലെ വേണ്ടതായിരുന്നു. പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, യാഗവസ്തുക്കൾ പോലും സമയം കഴിഞ്ഞപ്പോൾ ചുട്ടു കളഞ്ഞേക്കണമെന്ന്. ദൈവത്തിന് കൊടുത്ത് വിശുദ്ധീകരിച്ച യാഗവസ്തുക്കൾ പോലും സമയം കഴിഞ്ഞ് വെച്ചുകൊണ്ടിരുന്നാൽ അത് അശുദ്ധമായി തീരും. അവരെ ഭൂമി വെച്ചേക്കാം, അത് കഴിക്കുന്നവരെ ഭൂമി വെച്ചേക്കരുതെന്നാണ് പറയുന്നത്. കാലഖണ്ഡപ്പെട്ട സാധനം കഴിച്ചാൽ കാലഖണ്ഡപ്പെട്ടവർ അതിനകത്ത് കയറും. ഏതാ? ദൈവത്തിന് വേണ്ടാത്തത് നമ്മൾ കഴിച്ചാൽ വേണ്ടാത്തവർ അതിനകത്ത് കയറും. വേണ്ടിയവൻ അങ്ങ് മാറുകയും ചെയ്യും. ഈ വലിയ ഭയം നമുക്ക് വേണം. എൻ്റെ കർത്താവെ, എൻ്റെ ഹൃദയത്തിലോ എൻ്റെ മനസ്സിലോ എൻ്റെ ശരീരത്തിലോ വേണ്ടാത്തത് വല്ലതും ഉണ്ടോ? ഇന്നലെ വേണ്ടിയതായിരിക്കാം, പക്ഷെ ഇന്നത് വേണ്ടാത്തതാണ്. അത് കൊണ്ടു നടക്കാൻ പാടില്ല. അതിനാണ് മരുഭൂമിയിൽ കർത്താവ് പോയി മനുഷ്യജാതിയെ മുഴുവൻ വഹിച്ച് വേണ്ടാത്തതെല്ലാം മരുഭൂമി കൊണ്ട് കളഞ്ഞു. 6 ലക്ഷം കുടുംബക്കാർക്ക്, 6 ലക്ഷം ഇസ്രായേൽക്കാർക്ക് വേണ്ടാത്ത ഒത്തിരി സാധനം ഉണ്ടായി. 400 കൊല്ലം അടിമപ്പണി ചെയ്തപ്പോഴേ, 400 കൊല്ലം അടിമപ്പണി ചെയ്ത് മന്ത്രവാദികളുടെ കീഴിൽ, ദുഷ്ടനായ ഫറവോന്റെ കീഴിൽ വേല ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ രക്തത്തിലും അവരുടെ ജീവിതത്തിലും അവരുടെ ഉള്ളിലും ഒത്തിരി വേണ്ടാത്ത സാധനങ്ങൾ അടിഞ്ഞുകൂടി.
അവരെ ഒന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്, അവരുടെ വേണ്ടാത്ത സാധനങ്ങൾ എല്ലാം വെളിയിൽ കളയാൻ വേണ്ടിയാണ് മരുഭൂമിയിൽ കൂടെ 40 കൊല്ലം അവരെ. ഇതാർക്ക് മനസ്സിലായി? യോശുവയ്ക്കും കാലേബിനും മാത്രമേ മനസ്സിലായുള്ളൂ. അവരത് ശരിക്കും മുതലെടുത്തു. മറ്റൊരു വെറുതെ എന്തിനങ്ങോട്ട് കൊണ്ടുവന്ന് അതിനേക്കാൾ നല്ല സുഖമായിരുന്നു മിസ്രൈമിൽ. പാലും തേനും ഒരു ദേശത്തിൽ കൊണ്ടുവന്ന് പാലും ഇല്ല തേനുമില്ല. ഇതൊരു ചതിവല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ പാലും തേനും വേണമെങ്കിൽ എന്താ വേണം? അശുദ്ധിയല്ല പോകണം. അശുദ്ധിയെല്ലാം പോയെങ്കിലേ പർദീസായിലെ പാലും തേനും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വചനം ആകുന്ന പാല്, വചനമാകുന്ന തേന്, ഇതൊക്കെ നമുക്ക് ആസ്വദിക്കണമെങ്കിൽ അശുദ്ധി പോയെങ്കിലേ ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ നോയമ്പിൻ്റെ 5-ാമത്തെ വ്യാഴാഴ്ച പിതാക്കന്മാർ സ്വയപരിശോധന ചെയ്തൊരു കാര്യം ഇതാണ്. പൗലോസ് വെളിപ്പാട് കിട്ടി, യേശുവിൽ വിശ്വസിച്ച് തൻ്റെ തലയിൽ ഒരു അഭിഷിക്തം കൈവച്ചത്, എനിക്ക് അഭിഷേകം കിട്ടി, കണ്ണു തുറന്നു, ഉപവാസം എടുത്തു, യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ്, അങ്ങനെ വീണ്ടും ജനത്തിൻ്റെ അനുഭവത്തിൽ താൻ പലയിടത്ത് സാക്ഷ്യം പറഞ്ഞ് തൻ്റെ വിശ്വാസത്തിൽ വളർന്നതിന് ശേഷം അറേബ്യയിൽ തപസ് ചെയ്ത കാര്യം നമ്മൾ വായിച്ചിട്ടുണ്ട് ഗലാത്യ ലേഖനത്തിൽ. ഇതെല്ലാം കഴിഞ്ഞ് നന്മയാൽ തിന്മയെ ജയിക്കുന്ന ആ വലിയ ആത്മീയ പക്വതയും പാകതയും ശക്തിയും ആർജിച്ചതിന് ശേഷമാണ് പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അങ്ങനെ 1, 2, 3 മിഷണറി യാത്രകളിലൂടെ യൂറോപ്പിനെ മുഴുവൻ സുവിശേഷീകരിക്കുന്നു. ലക്ഷക്കണക്കിന്, ആയിരക്കണക്കിന് പേർ വിശ്വസിച്ച് ദൈവസേനയിലേക്ക് വരുന്നു. അവരെ തൊട്ടവർക്കും കണ്ടവർക്കും കേട്ടവർക്കും എല്ലാം അനുഗ്രഹം. പക്ഷെ അങ്ങനെ അത് മാത്രമല്ല, ഒരു കൂട്ടർ കഠിനപ്പെട്ട കുരിശും ഉണ്ടാക്കി. ഇന്ന് വായിച്ച ഇത് രണ്ടും ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ സുവിശേഷ വേലയ്ക്കിടയിൽ വിശ്വസിക്കുന്നവരും അവിശ്വസിക്കുന്നവരും കാണും. വിശ്വസിക്കുന്നവരിൽ നിന്ന് കുടിയിറക്കപ്പെടുന്ന അവിശ്വാസത്തിൻ്റെ ആത്മാക്കൾ ചിലരുടെ ഉള്ളിൽ കയറി അവർ കഠിനപ്പെട്ടു പോകും. പ്രാർത്ഥിച്ചോണം, ദൈവം ആ ഗതികേട് എനിക്ക് വരല്ലേ എന്ന്. എവിടെയാ എത്രാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്? ചിലർ കഠിനപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത് 9-ാം വാക്യത്തിൽ. അപ്പോസ്തല പ്രവൃത്തി 19-ന്റെ 9-ാം വാക്യത്തിൽ എന്നാ പറയുന്നത്? കഠിനപ്പെട്ടു. എപ്പോഴാണ്? അതെ. 8-ാം വാക്യത്തിൽ എന്നാ പറയുന്നത്? പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. അപ്പം 3 മാസത്തെ പ്രസംഗത്തിനിടയിൽ അനേകർ വിശ്വസിച്ചു, പലരെ സമ്മതിപ്പിച്ചു, പലർക്ക് പുതിയ ബോധ്യങ്ങൾ കൊടുത്തപ്പോൾ വേറൊരു കൂട്ടർക്ക് എന്ത് സംഭവിച്ചു? ചിലർ കഠിനപ്പെട്ടു, അനുസരിക്കാതെ പുരുഷാരത്തിൻ്റെ മുമ്പാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ അവൻ അവരെ വിട്ടു, ശിഷ്യന്മാരെ വേർതിരിച്ചു. ഇതും ആവർത്തിക്കുന്ന ഒരു പ്രതിഭാസമാണ്. നമുക്ക് ദൈവമേ കഠിനപ്പെടുന്നവരുടെ വിട്ട് ഞാൻ ആയിപ്പോവല്ലേ, എന്നെ കൈവിടല്ലേ. വചനത്തിങ്കിൽ വിറയ്ക്കുന്നവർക്ക് കടാക്ഷം കിട്ടും. വചനം കേൾക്കുമ്പോൾ പാറ പോലെ അങ്ങ് ഇരുന്നാൽ ഒന്നുകൂടെ പാറയാകും. എന്താ? വചനം കേട്ട് പാറ പോലെയാകാം. വചനത്തിങ്കിൽ വിറച്ച് ഒടിഞ്ഞ് തകർന്ന് കർത്താവിൻ്റെ ദൈവസാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഏതാണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പരിശോധിച്ചോണം. അപ്പോൾ ചിലർക്ക് മാനസാന്തരം ഉണ്ടാകുമ്പോൾ അവരിൽ നിന്ന് കുടിയിറക്കപ്പെടുന്ന പിശാചെ അവർ തന്നെ ഇടം കണ്ടുപിടിച്ച് വേറെ വല്ലയിടത്തോട്ട് കയറും. എല്ലാ ബൈബിൾ ക്ലാസ്സിലും എല്ലാ ധ്യാന യോഗത്തിലും എല്ലാ പള്ളിയിലും ഈ പരിപാടി നടക്കുന്നുണ്ട്. ചിലരെ വളരുന്നു, ചിലർ തളരുന്നു. ഇതിലേതാ ഇപ്പം എനിക്ക് സംഭവിക്കുക? വളരുകയാണോ തളരുകയാണോ? അപ്പോൾ വളരുന്നവരിൽ നിന്ന് കുടിയിറക്കപ്പെടുന്ന തിന്മ വേറെ ചില തളർത്താൻ സാധ്യതയുണ്ട്. അവരാ കുരിശ് ഫാക്ടറി നടത്തുന്നത് ഉണ്ടോ? അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പണി കിട്ടും. ഒന്നീ കുരിശ് ഫാക്ടറി അല്ലേ ദൈവരാജ്യത്തിൽ, രണ്ടിലെവിടെയെങ്കിലും പണി കിട്ടും. അപ്പോൾ കഠിനപ്പെട്ടവർക്ക് മാത്രമേ കുരിശുണ്ടാക്കാനും മറ്റുള്ളവരെ ഉപദ്രവിക്കാനും സാധിക്കുകയുള്ളൂ. ദൈവമേ കാഠിന്യം വരല്ലേ, കഠിനപ്പെട്ടു പോകല്ലേ, എനിക്ക് കുരിശുണ്ടാക്കുന്ന പണി വേണ്ട, കുരിശ് താങ്ങുന്ന പണിയും കുരിശ് എടുക്കുന്ന പണിയും മതി എന്ന് പറഞ്ഞിരുന്നില്ലെങ്കിൽ പിശാച് നോക്കിയിരിക്കുക നമ്മുടെ ഹൃദയം. അങ്ങനെ നമ്മുടെ ഹൃദയം അവിശ്വാസത്തിലോ പിന്മാറ്റത്തിലോ അത്യാഗ്രഹത്തിലോ ഒക്കെ ആണെങ്കിൽ പിശാച് പറയുന്നത് ഇന്നടത്ത് നിന്ന് ഇറങ്ങിയതാ, എനിക്ക് ഇന്നടത്ത് കയറാൻ സൗകര്യമുണ്ട്, കയറിക്കോട്ടെ എന്ന് കയറിക്കോളാൻ പറയും. ലഘുവൻ ബാധിച്ചതിൽ നിന്ന് ഇറങ്ങിയ ഭൂതങ്ങളെ അപേക്ഷിച്ചിട്ടാണ് പന്നിയിലോട്ട് കയറിയത്. ആ പന്നിയിൽ മാത്രമല്ല, ആ സ്ഥലത്ത് അനേക മനുഷ്യർ ഇവന് കയറാൻ ഇടയുള്ളവരുണ്ടെന്ന്. അതുകൊണ്ട് ഈ സ്ഥലത്തിൽ നിന്ന് ഞങ്ങളെ വിടല്ലേ, ഇവനെയും തിറകുകയാണെങ്കിൽ ഈ സ്ഥലത്തിൽ നിന്ന് ഞങ്ങളെ ദയവ് ചെയ്ത് വിടല്ലേ, വേറെ ഞങ്ങൾക്ക് കയറാൻ പറ്റിയ ആളുകൾ ഇവിടെ ഉണ്ട്, അങ്ങോട്ട് വേണേൽ കയറിക്കോളാം. അതുകൊണ്ട് പാതാളത്തിലേക്ക് ഒരിക്കലും വിടല്ലേ. പിന്നെ വിട്ടേ നിർബന്ധമാണെങ്കിൽ എങ്ങോട്ട് വിടണം? പന്നി. ഞാൻ അപ്പോൾ വെള്ളത്തിൽ എങ്ങനെ പോയി ജീവിക്കാം? പന്നിയിൽ കയറി ആ പന്നിയെ കൊന്നിട്ട് വെള്ളത്തിൽ പോയി ജീവിക്കുക, അങ്ങനെയൊരു സ്വസ്ഥത ഞങ്ങൾക്ക് വേണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇറങ്ങുന്ന ഭൂതങ്ങൾക്ക് പന്നിയെ പോലെ ഇടം കൊടുക്കുന്നവരാണോ? പന്നിയുടെ സ്വഭാവം ഉണ്ടെങ്കിൽ അവർ കണ്ടെത്തും, ഇന്നൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് കയറും. അശുദ്ധ മൃഗമാണ് പന്നി.
അശുദ്ധിയോടും അശുദ്ധ കാര്യങ്ങളോടും താല്പര്യമാണെങ്കിൽ പന്നിയുടെ നിലയിലേക്ക് താഴുകയാണ്. കുടിയിറക്കപ്പെടുന്ന പിശാചുക്കൾ ഇടം കണ്ടെത്തിയിട്ട് അനുവാദം വാങ്ങിച്ച് അങ്ങ് കയറും. അവർ കഠിനപ്പെടാൻ സാധ്യതയുണ്ട്. കർത്താവ് അങ്ങനെ വല്ലതും കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ മുഖാതിരമാക്കും കുരിശുണ്ടാകല്ലേ, കരുണയുണ്ടാകണേ, ഈ ഗതികേട് എനിക്കുണ്ടാകല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. ഇപ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 19:8-ലും 9-ലും നടന്ന ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിന് മുമ്പാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ അവൻ അവരെ വിട്ടുവെന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിലരെ വിടുകയോ ചിലർ നമ്മളെ വിടുകയോ ചെയ്യുന്ന അവസരങ്ങളുണ്ടാകാം. സുവിശേഷ വേല ചെയ്യുമ്പോഴേ ഇത് വേർപാടുകളുണ്ടാവും, പിരിച്ചുവിടലുകളുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങൾ വരും, ഗ്രൂപ്പുകൾ പലതുണ്ടാവും. അങ്ങനെയാണ് ഇത്രയും സഭ ഇത്രയും ഉണ്ടായത്. ഈ 21-ാം നൂറ്റാണ്ടിൽ എന്തുമാത്രം സഭയുണ്ട്. യേശുവിൻ്റെ പേരിൽ എന്തെല്ലാം പ്രസ്ഥാനങ്ങളുണ്ട്, ഏതെല്ലാം തരം ധ്യാനങ്ങളുണ്ട്, ഏതെല്ലാം തരം പ്രസംഗയോഗങ്ങളുണ്ട്, ഏതെല്ലാം തരം സഭകളുണ്ട്. എല്ലാം വചനത്തിൻ്റെയും സുവിശേഷത്തിൻ്റെയും പേരിലാണ് തന്നെ. കാരണം എന്താണ്? ഇങ്ങനെ ഹൃദയം കഠിനപ്പെടുന്നവരും ഹൃദയം അലിയുന്നവരും വിശ്വസിക്കുന്നവരും അവിശ്വസിക്കുന്നവരുമായ ഇങ്ങനെ പല ഗ്രൂപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മൾ വളരെ ജാഗ്രതയോടെ നിന്നില്ലെങ്കിൽ കുരിശ് ഫാക്ടറിയിലായി പോകും ജോലി. അവസാനം ശാപം വരും. ആ ഗതികേട് വരല്ലേ എന്ന് പ്രാർത്ഥിക്കുക. മാറിക്കഴിഞ്ഞപ്പോൾ കഠിനപ്പെട്ടവരെ വിട്ട് വേറെ സ്ഥലത്തേക്ക് മാറിയപ്പോൾ 2 സംവത്സരത്തേക്ക് വേറെടുത്ത് ജോലി ചെയ്യാൻ അവസരം ലഭിച്ചു. തുറന്നോസിന്റെ പാഠശാലയിൽ ദിനംപ്രതി സമ്പാദിച്ചു വന്നു. അത് 2 സംവത്സരത്തോളം നടക്കയിൽ ആസിയയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിൻ്റെ വചനം കേൾപ്പാനിടയായി. അപ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ഇടയാകണമെങ്കിൽ ദൈവാത്മാവ് പറയുന്നിടത്തേക്ക് മാറേണ്ടടുത്ത് മാറിക്കോണം, വിടേണ്ടവരെ വിട്ടോണം. ആ കാര്യമാണ് ഈ യേശു ക്രിസ്തുവിനെ ഏകരക്ഷകനായി അംഗീകരിച്ച് കഴിയുമ്പോൾ അംഗീകരിക്കാത്തവരുമായിട്ടൊരു വേർപാട് വേണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് കേട്ടിട്ടുണ്ടോ? കൂടരുത്. ആ കാര്യം 2-ാമത്തെ യോഹന്നാൻ്റെ ലേഖനത്തിലുണ്ട്. 2 യോഹന്നാൻ്റെ 13 വാക്യം മാത്രമുള്ള ലേഖനത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ തൻ്റെ പ്രിയമക്കൾക്ക് എഴുതുന്നുണ്ട്. 9-ാം വാക്യത്തിൽ 2 യോഹന്നാൻ ഒരധ്യായമേ ഉള്ളൂ. അതിൻ്റെ 9-ാം വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിര് കടന്നു പോകുന്ന ഒരുത്തനും ദൈവം. അപ്പോൾ അതിര് കടന്നാൽ ദൈവം നമ്മളെ വിട്ടു പോകും. ദൈവം ഇല്ലാത്തവരായി തീരും. ദൈവമേ എന്ന് വിളിച്ചോണ്ടോ ദൈവത്തോട് പ്രാർത്ഥിച്ചോണ്ടോ ദൈവം നമ്മുടെ കൂടെ വേണമെന്നൊന്നുമില്ല. അതിര് കടന്നോ ഇല്ലയോ എന്ന് നോക്കണം. അതിരിലാണോ നമ്മുടെ നിപ്പെന്ന് നോക്കണം. ദൈവം പറഞ്ഞിരിക്കുന്ന അതിര് കടന്നാൽ ദൈവം നമ്മളെ വിട്ടിട്ട് അങ്ങ് പോവും. പൗലോസിന്റെ പ്രസംഗം കേട്ടിട്ട് ചിലർ അതിര് കടന്നു. പൗലോസിന്റെ വചനത്തിലല്ല വിശ്വസിച്ചത്. അവർ വേറെ വഴിയിലേക്ക് അവരുടെ ഹൃദയത്തെ തിരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അതിര് കടന്നുകൊണ്ട് അവർ ദൈവമില്ലാത്തവരായി അവർ കഠിനപ്പെട്ടു പോയി. ഇവിടെ ഇതാ യോഹന്നാൻ പറയുന്നു, ഞങ്ങളുടെ ഉപദേശത്തിൽ ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് സൂക്ഷിച്ചുകൊള്ളു. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിര് കടന്ന് പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഇപ്പം നമ്മളിപ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലിയതേ ഉള്ളൂ. ഇപ്പം തന്നെ ദൈവമേ നീ പരിശുദ്ധനാകുന്നു പ്രാർത്ഥിക്കുകയും ചെയ്തു. പക്ഷെ അതിര് വിട്ടേച്ചാണ് നിൽക്കുന്നെങ്കിൽ ദൈവം നമ്മളെ വിട്ടങ്ങ് മാറും. ദൈവം ഇല്ലാത്തവരായി പോകും. അപ്പോൾ ദൈവത്തെ വിളിച്ചതുകൊണ്ട് മാത്രം ദൈവം വേണമെന്ന് നിർബന്ധമില്ല. ദൈവത്തെ വിളിക്കുന്ന എത്രയോ പേരുണ്ട്. ആരെല്ലാം ഉണ്ട്. അവർക്കെല്ലാം ദൈവം വേണമെന്നില്ല. വചനത്തിൻ്റെ അതിര് വിടാൻ പാടില്ല എന്നുള്ളതാണ്. ഞാൻ പേര് പറയുന്നില്ല. ദൈവത്തെ യാമങ്ങൾ തോറും വിളിക്കുന്ന പലരുണ്ട്. പക്ഷേ യേശു ഇല്ലാതെയാണ് ഈ ദൈവത്തെ പിതാവിനെ വിളിക്കുന്നെങ്കിൽ പിതാവിൻ്റെ അവിടെ എത്തുകയില്ല ഈ പ്രാർത്ഥന. പുത്രനിൽ കൂടെ മാത്രമേ പിതാവിലേക്ക് വഴിയുള്ളൂ. അപ്പോൾ ആ പിതാവിനെ പരിശുദ്ധാത്മാവിൽ മാത്രമേ പുത്രനെ കർത്താവെന്ന് വിളിക്കാനും ഒക്കെയുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവിൽ യേശുവിനെ കർത്താവെന്ന് വിളിച്ച് കർത്താവിൻ്റെ വചനമനുസരിച്ച് അതിര് വിടാതെ യഥാസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ ദൈവമുള്ളൂ. അതാണ് ഏകദൈവത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ച് ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി. താഴെ ശകലം വായിച്ചാൽ 10-ാം വാക്യത്തിൽ ഒരുത്തൻ ഈ ഉപദേശം കൊണ്ടല്ലാതെ നിന്റെ അടുക്കൽ വരുന്നെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്, കുശലം പറയുക പോലും വരുത്. അവൻ കുശലം പറയുന്നവൻ അവൻ്റെ പ്രവൃത്തികൾക്ക് കൂട്ടാളികളാകുന്നു അല്ലോ എന്ന് പറയുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിൽ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല എന്ന് പറഞ്ഞിട്ട് സെമിക്കോളനിട്ടിട്ട് അർത്ഥവിരാമം ഇട്ടിട്ട് പറയുകയാണ് ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും ഉണ്ട് പുത്രനും ഉണ്ട്. അപ്പം പിതാവും പുത്രനും പരിശുദ്ധരുമായി നമുക്ക് വേണമെങ്കിൽ എന്നാ ചെയ്യണം? ഉപദേശത്തിൽ
നിലനിൽക്കണം. അപ്പം അതിനൊരു പരിശോധന നടത്തണ്ടേ? ഞാൻ എത്ര ശതമാനം ഉപദേശത്തിൽ നിലനിൽക്കുന്നുണ്ട്? ഒരു സ്വയപരിശോധന. വിവരാവകാശ പത്രിക ഒന്ന് സമർപ്പിച്ചാട്ട്, കർത്താവേ ഞാൻ എത്ര ശതമാനം ഉപദേശത്തിൽ നിലനിൽക്കുന്നു, എത്ര ശതമാനം ഉപദേശം സ്വീകരിച്ചാൽ മാത്രം പോരാ, അതിൽ നിലനിൽക്കണം. നിലനിന്നാൽ മാത്രം പോരാ, അവനിൽ വേരൂന്നി വളർന്ന് അവനെ സന്തോഷിപ്പിക്കണം. നമ്മൾ ഇന്നലെ കേട്ടൊരു സന്ദേശം, ഈ ഏകരക്ഷകനായ യേശുവിനെ സ്വീകരിക്കുകയും വിശ്വസിക്കുകയും അവനെ പ്രസംഗിക്കുകയും ചെയ്ത് അവനെ പ്രസാദിപ്പിക്കണം. ഒരച്ഛൻ്റെ കഥ കേട്ടില്ലേ? ഏകരക്ഷകനായ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്ന ഒരച്ഛൻ 3 മിനിറ്റ് കൊണ്ട് സർവ്വമതങ്ങൾ ഒന്നിച്ചു കൂടുന്ന സ്ഥലത്ത് ആരും യേശു ഏകരക്ഷകനാണെന്ന് പറയുന്നില്ല. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് പറയുന്നത്. തന്നെ മനുഷ്യന് സ്വയമായിട്ട് നന്നാകാൻ ഒക്കുമോ? നന്നാകാൻ ഒക്കുമായിരുന്നു പിന്നെ കർത്താവ് മെനക്കെടണമായിരുന്നു. അപ്പം നല്ലവനായ ദൈവത്തിന് മാത്രമേ നല്ലവരാക്കാൻ ഒക്കുകയുള്ളൂ. നീതിവാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. ചീത്തയായിരിക്കുന്നവർക്ക് ആരെങ്കിലും നന്നാക്കാൻ ഒക്കുമോ? അതുമില്ല. അപ്പോൾ പാപമില്ലാതെ ജനിച്ച് കന്യകയിൽ നിന്ന് ജനിച്ച നല്ലവനായ ദൈവത്തിന് മാത്രമേ നമ്മൾ നല്ലവനാക്കാൻ ഒക്കുകയുള്ളൂ. അല്ല കുറച്ച് തത്വജ്ഞാനം പഠിപ്പിച്ചുകൊണ്ടോ നല്ലവനാകാൻ ഒക്കുകയില്ല. നമ്മളെ ചീത്തയാക്കുന്ന വിഷയത്തിന് പകരം കൊടുത്ത് മാറ്റിവിടാനായിട്ട് നമ്മൾക്ക് വേണ്ടി മരിക്കാനും നമ്മളെ ഉയർക്കാനും തയ്യാറുള്ളവന് മാത്രമേ നമ്മളെ നന്നാക്കാനൊക്കെ ഉള്ളൂ. അതാണ് യേശുവിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് യോഹന്നാന്റെ 2-ാം ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന, ഒരുത്തൻ ഈ ഉപദേശം കൊണ്ടല്ലാതെ നിങ്ങളടുത്ത് വന്നാൽ അവരോട് മിണ്ടരുത്, അവരെ കയറ്റരുത്, അവരുടെ യാതൊരു ഇടപാടും വേണ്ടെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര കേസ് കാണും? നമ്മുടെ വീട്ടിൽ വന്നവരെല്ലാം യേശു ഉള്ളവരാണോ? അവരൊക്കെ യേശു ഇല്ലാത്തവരാ. അവരോടൊക്കെ ഒരു ആനുകൂല്യം കാണിക്കരുതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരുത്തൻ ഈ ഉപദേശം കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വരുന്നെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്. കൈക്കൊണ്ടുള്ള കുഴപ്പം എന്നാ? അതിര് വിട്ടതിൻ്റെ പോയാൽ നമ്മുടെ അതിരും പോവും. എന്താ? അപ്പോൾ വരുന്നത് ആരാണ്? യേശുവിനെ ഏകരക്ഷകനായി സ്വീകരിച്ച ആളാണെന്ന് വരുന്നവരെ ചോദിക്കണം. എന്താ? അങ്ങനെയാണ് എല്ലാവരും വീട്ടിൽ കയറുമോ? വീട്ടിൽ കയറി വല്ലതും നിൽക്കുമോ? അപ്പോൾ ഒറ്റപ്പെടും നമ്മൾ. എന്താ? അപ്പോൾ അങ്ങനെയാണ് ഇത്രയും നാളായിട്ട് നമ്മുടെ യേശു വളരാത്തതിൻ്റെ കാര്യം മനസ്സിലായോ? കൃപ കിട്ടാത്തതിൻ്റെ കാര്യം മനസ്സിലായോ? ഈ നിഷ്ഠ നമുക്കില്ല. ക്രിസ്തുവിൻ്റെ ഉപദേശത്തെ നിലനിൽക്കാതെ അതിര് കടന്നു പോകുന്ന ഒരുത്തരും ദൈവമില്ല. ഉപദേശം നിലനിൽക്കുന്നവനോ പിതാവ് കൊണ്ട്, പുത്രനും കൊണ്ട്, പരിശുദ്ധാത്മാവും കൊണ്ട്. പരിശുദ്ധാത്മാവുള്ളവർക്കേ പുത്രനെ കിട്ടുകയുള്ളൂ, പുത്രനുള്ളവർക്കേ പിതാവിനെയും കിട്ടുകയുള്ളൂ. പിതാവ് എടുത്ത് പുത്രനും പുത്രൻ എടുത്ത് പിതാവിനും കൊടുത്താലേ നമ്മൾ കർത്താവിൻ്റെ സ്വന്തമാകുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ പിതാവ് നമ്മളെ എടുത്ത് പുത്രന് കൊടുക്കണം. അവർക്ക് മാത്രമേ കർത്താവിനെ വിശ്വസിക്കാനും കൂടെ പോകാനും സാധിക്കുകയുള്ളൂ. നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം സാധിക്കില്ല. അതുകൊണ്ട് പ്രാർത്ഥി, കർത്താവേ പിതാവേ എന്നെ കൈവിടല്ലേ, നിന്റെ മോൻ എന്നെ ഒന്ന് എടുത്തു വിടാം. പിതാവേ നിന്റെ മോനെ എനിക്കൊന്നതാ. ഇത് രണ്ടും നടന്നെങ്കിൽ ഇത് കൃപയാൽ നടക്കണ്ട. നമ്മളെ കരുണയ്ക്ക് വേണ്ടി അവൻ്റെ പിതാവിൻ്റെ മുഖം ഇടപെടാതെ അന്വേഷിച്ച് പിതാവിനെ പ്രസാദിപ്പിക്കും. പിതാവ് എടുത്ത് തരുന്ന സമ്മാനമാ എൻ്റെ മോൻ നിനക്കിരിക്കട്ടെ. ഇവളെ നിനക്ക് തന്നിരിക്കുന്നു, അവനെ നിനക്കും തന്നിരിക്കുന്നു. ഈ 2 സാക്ഷ്യങ്ങൾ കിട്ടി. ഈ 2 പ്രഖ്യാപനങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സാക്ഷ്യം പറയണം. നീ എൻ്റേതാ, ഞാൻ നിൻ്റേതുമാണെന്ന് കർത്താവ് പറഞ്ഞാലേ നമുക്ക് ധൈര്യമായിട്ട് വളരാനും പോകും. അതുവരെയും എല്ലാവരെയും വിട്ടോണം, എല്ലാത്തിനെയും വിട്ടോണം. അതാ ഇടുക്കവും ഞെരുക്കമുള്ള വഴിയാന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഇടുക്കവും ഞെരുക്കമുള്ള അതിന് കുഴപ്പമില്ലോണം. സ്വർഗത്തിലേക്കുള്ളതായി വഴി. സ്വർഗത്തിലേക്ക് വന്നവൻ ഇടുങ്ങിയ വഴിയിലൂടെ വന്നു. ഞാൻ തന്നെ വഴി സത്യം ചെയ്യുവാന്ന് പറഞ്ഞ് പോയി. ആ ഇടുക്ക് വാതിലൂടെ വഴിയിലൂടെ പോയവർക്ക് അവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് ഈ കർത്താവിൻ്റെ അസ്ഥിയും മാംസവുമായി തലയോട് ചേരുന്ന ഉടലായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 2 യോഹന്നാൻ 10-11 നമ്മൾ ഒന്നുകൂടെ വായിച്ചു. ഒരുത്തൻ ഈ ഉപദേശം കൊണ്ടല്ലാതെ നിന്റെ അടുക്കൽ വരുന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്. കുശലം പറയുകയും അരുത്. അവൻ കുശലം പറയുന്നവൻ അവൻ്റെ ദുഷ്പ്രവൃത്തിക്ക് കൂട്ടാളിയല്ലോ. നമ്മൾ ആരോടെല്ലാം കുശലം പറഞ്ഞിരിക്കുന്നു? അവരെല്ലാം ഏക സത്യ രക്ഷകനായ യേശുവിൽ വിശ്വസിക്കുന്നവരാണോ? അപ്പോൾ ഏകരക്ഷകനായ യേശുവിൽ വിശ്വസിക്കാതെ എത്ര പേരെ നമ്മൾ സുഹൃത്തുക്കളായി സൂക്ഷിച്ചിരിക്കുന്നു? എത്ര പേർക്ക് നമ്മൾ എഴുത്തയച്ചിരിക്കുന്നു, ഫോൺ ചെയ്തിരിക്കുന്നു, ആരെല്ലാം നമ്മളെ വിളിച്ചിരിക്കുന്നു, തലോടിയിരിക്കുന്നു, ആരെല്ലാം ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയിരിക്കുന്നു, ആർക്കെല്ലാം ബർത്ത്ഡേ ആശംസ നേർന്നിരിക്കുന്നു. ഇതെല്ലാം കേസാ. അതുകൊണ്ട് കർത്താവിന് വേണ്ടി ഒന്ന് ക്ഷമ ചോദിക്കണം. അപ്പോൾ അവരൊക്കെ വീട്ടിൽ കയറുമ്പോൾ ഇറങ്ങുന്നു പറയും, ഇറങ്ങി വിളിക്കുക. യേശു ക്രിസ്തു രക്ഷകനാണോ നിന്റെ? ആണ്, ഇങ്ങോട്ട് വന്നാൽ മതി, ഞാൻ എൻ്റെ രക്ഷകൻ യേശു ആണ്, ഇറങ്ങിപ്പോകാൻ പറയണം. ധൈര്യമായിട്ട് ഇറക്കി വിടണം. അല്ലെങ്കിൽ നമ്മളവിടെ കൂടിയെന്ന് വരും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ ഞാൻ യേശുവിനുള്ള ആളാണ്. പിതാവായ ദൈവം തന്നെ എടുത്ത് യേശുവിന് കൊടുത്തതാണ്.
ഞാൻ യേശുവിനെ സ്വീകരിച്ചതാണ്, എനിക്ക് വേറെ ആരും വേണ്ട, ഞങ്ങൾ അങ്ങനെ വിവാഹ നിശ്ചയം ചെയ്തതാണെന്ന് പറഞ്ഞാൽ വിവാഹമോചനം കാണിക്കാൻ പോകും. വിവാഹമോചനം കാണിക്കണം. കല്യാണം കഴിഞ്ഞാൽ താലി കാണിക്കാം. താലി കെട്ടിയിരിക്കുന്നതിൻ്റെ അർത്ഥം തന്നെ ഏതെങ്കിലും പുരുഷന്മാർ നോക്കിയാൽ ഇത് പൊക്കി കാണിച്ചാൽ മതി, എവിടെ ഇങ്ങോട്ട് നോക്കണ്ട, ഞാൻ വേറെ തന്നെയാണ് കേട്ടോ, ഇത് കെട്ടിയ ആൾ വേറെ ഉണ്ട് കേട്ടോ എന്ന് അതിനായി താലി കെട്ടിയിരിക്കുന്നത്. അപ്പോൾ താലിയും മോതിരവും ഒക്കെ വിവാഹ ഉടമ്പടി സംരക്ഷിക്കാൻ വെച്ചിരിക്കുന്ന അടയാളങ്ങളാണ്. നമുക്ക് മറ്റുള്ളവർക്കും അത് അടയാളം തന്നിരിക്കുക. അങ്ങനെ മാത്രമേ നമുക്കിതിൽ സ്ഥിരതയോടെ വളരാൻ സാധിക്കൂ എന്നാണ് പറഞ്ഞത് ഇനി അർത്ഥം. അപ്പോൾ കഴിഞ്ഞ കാല ജീവിതത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ പ്രസാദം പിടിച്ചു പറ്റാൻ കഴിയാതെ പോയതിൻ്റെ കാര്യം ഇതാണ്. ഈ നിഷ്ഠയൊന്നും നമുക്കില്ല. മാമോദീസായ വിവാഹം നിശ്ചയം കഴിഞ്ഞ് മോതിരം ഇട്ടു, ഏതൊരു വലിയ ഊരിക്കൊണ്ട് പോയി കാണും, എവിടെയെങ്കിലും പോയി കാണും, കയ്യിലുണ്ടോ, അതൊന്ന് പരിശോധിക്കാൻ. കയ്യെ മോതിരമുണ്ടോ? ഏകാഗ്രതയെ നിവിളയും വിട്ട് ആ വഷളായി പോയ കർത്താവ് തന്നെ നമ്മളെ കൈവിട്ട് ആരെങ്കിലും നമ്മൾ ഇത് ഊരിക്കൊണ്ട് പോകും. ഏകാഗ്രത നിവിളയും വിട്ട് ആ വഷളായി പോകുമെന്ന് 2 കൊരിന്ത്യർ 11 അപ്പോൾ ആ പ്രശ്നത്തോട് പോരാടാൻ വേണ്ടി കർത്താവ് ഇതാ നമുക്ക് കുർബാനകൾ നീട്ടി തന്നിരിക്കുകയാണ്. നമ്മുടെ ഇന്ന് കേട്ടതായ വചനത്തിൻ്റെ വെളിച്ചത്തിൽ കർത്താവിനെ പ്രസാദിപ്പിച്ച് കർത്താവിനുള്ള സ്നേഹം തോന്നിയാൽ, കർത്താവിന് ഇഷ്ടം തോന്നിയാൽ അവൻ എങ്ങനെയൊക്കെയാണ് നമ്മളെ കരുതുന്നത് എന്നുള്ള ഇന്നത്തെ വേദഭാഗത്തിലുണ്ട്. എത്ര കരുതലോടെയാണ് അവൻ നമ്മളോട് ഇടപെടുന്നത്. വലിയ നോമ്പിൻ്റെ 5-ാം വ്യാഴാഴ്ച സന്ധ്യയ്ക്കും പ്രഭാതത്തിലും വായിക്കേണ്ട വേദഭാഗത്തിൽ വിശുദ്ധ മത്തായി 14:23 മുതൽ 36 വരെ സന്ധ്യയ്ക്കും, മർക്കോസ് 6:47 മുതൽ 56 വരെ പ്രഭാതത്തിലും ധ്യാനിച്ചവരാണ് നമ്മുടെ പിതാക്കന്മാർ. ഈ 2 വേദഭാഗം താരതമ്യപ്പെടുത്തി പഠിക്കാമെങ്കിൽ ചില കാര്യങ്ങൾ പഠിക്കാം. ഒരേ സംഭവം മത്തായി എഴുതുന്നു, മർക്കോസ് എഴുതുന്നു. രണ്ടുപേരും 2 കാലത്താണ് എഴുതിയത്, 2 ഉദ്ദേശത്തോടെയാണ് എഴുതിയത്. മർക്കോസ് എഴുതുന്നത് വലിയ പീഡയുടെ കാലത്താണ്. മത്തായി എഴുതുന്നത് യഹൂദന്മാരെ നേടാൻ വേണ്ടി യഹൂദന്മാരുടെ ഭാഷയിൽ വേറൊരു കാലത്ത് എഴുതിയതാണ്. 2 പേരുടെ എഴുത്ത് അവതരണ രീതി പ്രത്യേകമാണ്. ഈ 2 വേദഭാഗത്തിലും വഞ്ചി ഉലഞ്ഞ് അലയിൽപ്പെട്ട് കാറ്റ് പ്രതികൂലമായ സാഹചര്യത്തിൽ ശിഷ്യന്മാരെന്ത് ചെയ്തു? കർത്താവ് എന്ത് ചെയ്തു? മത്തായി 14:23-36 കർത്താവ് 5 അപ്പം കൊണ്ട് 5000 വരെ പൊഴിപ്പിച്ച ശേഷം ഇവരെല്ലാം പിരിച്ചുവിട്ടതിന് ശേഷം പ്രാർത്ഥിക്കാൻ തനിയെ മലയിലേക്ക് കയറിപ്പോയെന്നാണ് പറഞ്ഞു. എന്താ കാരണം? 5 അപ്പം കൊണ്ട് 5000 വരെ പൊഴിപ്പിച്ച സ്ഥലത്ത് 12 ശിഷ്യന്മാരും 5000 കുടുംബക്കാരും അതിരുവിട്ടു. കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് അതിർവിട്ട് അവരുടെ സ്വന്തം പരിപാടിയിലേക്ക് നീങ്ങി. സ്വന്തം പരിപാടി എന്നാ? കർത്താവിനെ ഇപ്പോൾ രാജാവാക്കണം. ഇവൻ നല്ല രാജാവ്. ഈ രാജാവായാൽ ഇനി ആഹാരം ഉണ്ടാക്കണ്ട, കഷ്ടപ്പെടണ്ട, തീ ഊതണ്ട, അപ്പം അങ്ങനെ മുറിച്ച് തരും, നമ്മൾ വിളമ്പി കഴിച്ചങ്ങ് പോയാൽ മതി, ഇവനെ തന്നെ രാജാവും. അതുപോലും കർത്താവ് പറഞ്ഞോ? നിന്റെ രാജ്യം വേണമെന്ന് പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ, രാജ്യം വന്നിട്ടില്ല ഇതുവരെ. അതിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചിട്ടില്ല. രാജ്യം ഉടനെ അങ്ങ് വരുത്താമെന്ന് അവരെ തീരുമാനിച്ചെന്നേ, അതിര് വിട്ടുപോയി. കർത്താവിനോട് ചോദിക്കണമായിരുന്നു, കർത്താവ് നിന്റെ രാജ്യം വേണമെന്ന് പഠിപ്പിച്ചതിൻ്റെ കാര്യം എന്നാ? രാജ്യം ഇല്ലല്ലോ ഇപ്പോഴും. പിശാചിൻ്റെ രാജ്യത്തിലായി പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പിശാചിൻ്റെ രാജ്യത്തിലാണ് കർത്താവ് ജനിച്ചത്. പിശാചിൻ്റെ രാജ്യം നിലനിൽക്കുമ്പോഴാണ് കർത്താവ് ഈ ഉപദേശവും അത്ഭുതമൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്നത്. നിന്റെ രാജ്യം വരണമെന്ന് പഠിപ്പിച്ചപ്പോൾ ശിഷ്യന്മാർ ഇവരൊക്കെ ചോദിക്കേണ്ട, കർത്താവിന് എന്നാ രാജ്യം വരുന്നത്? രാജ്യം വരുന്നതിന് എന്താ തടസ്സം? എന്താ? അതൊന്നും അവർ ചോദിച്ചില്ല. ഇപ്പോൾ ഉടനെ തന്നെ അവർക്ക് ആഹാരം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക്, രോഗം മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി ആശുപത്രിയും വേണ്ട, അടുക്കളയും വേണ്ട, ഇവനെ കൊണ്ട് കാര്യം അങ്ങ് സാധിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ നമ്മുടെ സൗകര്യത്തിൽ നമ്മൾ അതിര് വിട്ടു പോകാറുണ്ട്. എങ്ങനെയാണ് അതിര് വിട്ടു പോകുന്നത് എന്നുള്ളതിനൊരു ദൃഷ്ടാന്തമാണിത്. 5000 പേർക്ക് ആഹാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന്, ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്നവരെ സ്വന്തം പരിപാടിയിലേക്ക് അതിര് വിട്ടു പോവുകയാണ്. അതിര് വിട്ടപ്പോൾ കർത്താവിനായത്, കർത്താവ് വരെ അങ്ങ് വിട്ടേച്ചങ്ങ് പോയി, മലയിലിട്ടങ്ങ് പോയി. അപ്പച്ചൻ്റെ അടുത്തേക്ക് പോവുക, ദൈവം തമ്പുരാന്, പിതാവേ ഇവരെ നീ ഉപദ്രവിക്കല്ലേ, ഇവരെ നശിപ്പിക്കല്ലേ, അവർ ഞാൻ പറഞ്ഞിടത്തല്ല അപ്പം നിൽക്കുന്നത്, അവർക്ക് ഞാൻ കാൽവറിയിൽ മരിച്ചതിന് ശേഷമേ പിശാചിൻ്റെ അവകാശം തിന്നിട്ട് ഇവരെ ദൈവരാജ്യത്തിലാക്കാനും ഉള്ളൂ. അവർക്ക് അതൊന്നും വേണ്ട, ഇപ്പോൾ ഉടനെ തന്നെ ദൈവരാജ്യം വരണം, പിശാചിൻ്റെ അവകാശത്തോട് തീരുകയും വേണ്ട. ഇതാണ് അവിടെ നില. അവർക്ക് വേണ്ടി മധ്യസ്ഥത നിന്ന്
ജാമ്യം നിൽക്കാൻ വേണ്ടി പോയതാണ്. ഞാനവരെ വിട്ടിച്ച് പോന്നിരിക്കുന്നല്ലേ പിതാവ് പുത്രനോട് പിണങ്ങിയേനെ. ഏതാ മനുഷ്യജാതിക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റാളെന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ മരിക്കുകയും ഉയർക്കുകയും ചെയ്യാതെ ഇപ്പം തന്നെ അങ്ങ് രാജാവായ പിതാവ് സമ്മതിക്കുമോ? പിതാവുമായിട്ട് പിണങ്ങേണ്ടി വന്നതിന് അത് പുത്രൻ ചെയ്യുമോ? ഇല്ല. അതുകൊണ്ട് പിതാവിൻ്റെ ഇഷ്ടപ്രകാരമാണ് ഇവരെ ഇട്ടേച്ച് മുകളിലോട്ട് കയറിപ്പോയത്. ഇതുപോലെ അജ്ഞത കൊണ്ടും ബലഹീനത കൊണ്ടും അത്യാഗ്രഹം കൊണ്ടും പലരും നമ്മളെ പല വഴിക്ക് വലിച്ചഴയ്ക്കും. നോ പറഞ്ഞാൽ പോകാൻ പഠിക്കണം. നമ്മളെ കൊണ്ട് പറ്റുമോ? ആര് വിളിച്ചാലേ പോകാനൊക്കെയില്ല, വിളിക്കുന്നിടത്തെല്ലാം പോകാനൊക്കെയില്ല, എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനൊക്കെയില്ല. അത് ഉടനെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഓടിപ്പോകാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? 7 യാമപ്രാർത്ഥനകൾ വെച്ചിരിക്കുന്നതിനാണ്. എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? സമയമാകുമ്പോൾ ഇട്ടേച്ച് ഒരൊറ്റ പോകാം. എന്താ കാര്യം? ഞാൻ ഈ ഇതുവരെയുള്ളതായ എൻ്റെ ഇടപാടിൽ അതിര് വിട്ടുപോയെങ്കിൽ ക്ഷമിക്കണം പിതാവ്, ഇതാ നിൻ്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു പറഞ്ഞു പിതാവിനെ പ്രസാദം നേടാൻ വേണ്ടി എല്ലാം ഇട്ടേച്ച് പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഓടിപ്പോവുക. അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയം എല്ലാം മാറ്റി വെച്ചിട്ട് ഇതിനേക്കാൾ അധികം ദൈവത്തെ സ്നേഹിക്കുന്നു തെളിയിക്കാൻ വേണ്ടി ദൈവസന്നിധിയിൽ പോയി മുട്ടുകുത്തി മനസ്സോടാതെ അറിവോടാതെ മനസ്സാ വാച കർമ്മണ ഞാൻ നിന്നിൽ നിന്ന് അകന്നുപോയി കാണും, വീണ്ടും തിരികെ വന്നിരിക്കുന്നു, ബന്ധം പുതുക്കി. എന്നിട്ട് ദൈവസന്നിധിയിൽ നിന്നിട്ട് ദൈവത്തിൻ്റെ നിയോഗപ്രകാരം അനുഗ്രഹപ്രകാരം വേണം അടുത്ത കാര്യത്തിന് പിന്നെ ഓടിപ്പോവുക. ഇങ്ങനെ ഇടപെടാതെ പ്രാർത്ഥിക്കുക, യാമങ്ങൾ തോറും പ്രാർത്ഥിക്കുക, ഞായറാഴ്ച പ്രാർത്ഥിക്കുക, ധ്യാനം ഉള്ളിടത്തെല്ലാം പോവുക. ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഇതാ: ഞാൻ നിന്നിൽ നിന്ന് അകന്നുപോയോ? ഞാൻ നിന്നിൽ നിന്ന് അകന്നവരുമായി കൂട്ടുകൂടിയോ? ഞാൻ നിന്നിൽ നിന്ന് അവരെന്നെയും കൊണ്ട് പോവുകയാണോ? അതുകൊണ്ട് ഞാൻ അവരെ നിങ്ങളിലേക്ക് നയിക്കുകയാണോ? ഇതൊക്കെ പരിശോധിക്കാനാണ് ഇത് വെച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ മാതൃക നോക്കിക്കേ. അവരെ അങ്ങ് പിരിച്ചു വിട്ടിട്ട് പ്രാർത്ഥിക്കാൻ തനിച്ച് മലയിലേക്ക് കയറിപ്പോയി. അതിഥികൾ വീട്ടിൽ വന്നിരിക്കുമ്പോൾ പ്രാർത്ഥനാ സമയമാകുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയാം? TV കണ്ടോണ്ടിരിക്കുമ്പോൾ, സീരിയൽ കണ്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ TV ഓഫ് ചെയ്തേച്ച് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഇല്ലെങ്കിൽ പോകാം. സീരിയലിൻ്റെ കൂടെ അങ്ങ് പോകും, വഴിവിട്ടങ്ങ് പോകും, പിള്ളേരെ വേറെ വഴിക്കൊക്കെ എത്തിച്ചേരും, പിന്നെ കാര്യം കുഴയുകയും ചെയ്യും. അപ്പോൾ കർത്താവിൻ്റെ ഈ മാതൃക ഈ ലോകത്തിൽ നമ്മുടെ വഴിവിട്ട് എവിടേക്ക് വേണേലും വ്യതിചലിച്ചു പോകാൻ, നമ്മളെ വലിച്ചുകൊണ്ട് പോകാൻ ആളുണ്ട്, നമ്മൾ വലിച്ചഴയ്ക്കാൻ ധാരാളം ആളുകളുണ്ട്. അതിൻ്റെ ഇടയിലെല്ലാം ഏകാഗ്രത നിമ്മളെ വിട്ട് വഷളായി പോകാതിരിക്കാൻ ഞാൻ എൻ്റെ കർത്താവിൻ്റെയാണ്, കർത്താവ് എൻ്റേതുമാണ്, അവൻ ഇഷ്ടമുള്ളത് എനിക്ക് മതി, അവൻ അനുവദിക്കുന്നത് എനിക്ക് മതി എന്ന് പറഞ്ഞ് ആ ബന്ധം പുതുക്കി നിർത്തിയെങ്കിൽ അങ്ങ് എന്ന് പറ്റാനൊക്കെ കൂടുതലേ പോകാം. അങ്ങനെയാണ് മാലാഖ പിശാചായത്. അനേകർ കഠിനപ്പെട്ട് കുരിശുഫാക്ടറിയിൽ ജോലി കിട്ടി ശപിക്കപ്പെട്ടവരായി തകർന്നു പോയി. ഈ ഗതികേട് നമുക്ക് വരരുത്. അപ്പോൾ കർത്താവ് ഇവരെ പറഞ്ഞയച്ചിട്ട് മലയിൽ പോയി പിതാവിൻ്റെ കൂടെ ഇരുന്ന് ഇവരെക്കുറിച്ചുള്ള സങ്കടം പറയുക. സന്ധ്യയായിട്ടും അവൻ തനിച്ച് അവിടെ ഇരുന്നു. ശിഷ്യന്മാർ കയറിയ വഞ്ചി കരയിൽ നിന്ന് വളരെ ദൂരം പോയിരുന്നു. കാറ്റ് പ്രതികൂലമായിരുന്നതുകൊണ്ട് അലയിൽപ്പെട്ട വഞ്ചി ഉലഞ്ഞു. രാത്രിയുടെ 4-ാം യാമത്തിൽ യേശു വെള്ളത്തിന് മീതെ നടന്നവരുടെ അടുക്കിലേക്ക് വന്നു. അപ്പോൾ 4-ാം യാമം വരെ അവർക്ക് വേണ്ടി മാറിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് അവരെ വെള്ളം കുടിപ്പിച്ചു കൊല്ലുന്ന പിശാചിൻ്റെ പരിപാടിയിൽ നിന്ന് ആ പിശാചിനെ മാറ്റാൻ സാധിച്ചത്. പിശാചിന് അവരുടെ മേൽ പല അവകാശങ്ങളുണ്ടായിരുന്നു. 4-ാം യാമം വരെ സ്വർഗ്ഗകോടതിയിൽ പോയി അവർക്ക് വേണ്ടി വാദിച്ച് ജാമ്യം നിന്ന് അവരെ മുക്കിക്കൊല്ലണ്ട, ഞാൻ അവർക്ക് വേണ്ടി ചത്തോളാം, എനിക്ക് അവരെ ആവശ്യമുണ്ട്, പിതാവ് എനിക്ക് തന്നതാണ്, എനിക്കവരെ വേണം. അപ്പോൾ അവരുടെ മേൽ അവകാശമുള്ള പിശാചുമായി വാദപ്രതിവാദം നടത്തി പകരം കൊടുത്തേക്കാം, മരിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ മാറി നിന്നു. അപ്പോഴാണ് അവർക്ക് സ്വസ്ഥത ഉണ്ടാകുന്നത്. ഇനിയും കർത്താവ് അവരെ സഹായിക്കാൻ ചെല്ലുന്ന രീതി നോക്കി. സഹായിക്കാൻ പോകുന്ന മുൻകരുതലുകൾ, പരിജ്ഞാനം കർത്താവിനോടുള്ള സ്നേഹം നമ്മളെ വർദ്ധിപ്പിക്കും. 4-ാം യാമത്തിൽ വെള്ളം കുടിച്ച് ആകാനായിട്ട് തക്ക തിരമാലകളുമായി മല്ലിട്ടുകൊണ്ടിരിക്കുന്ന അവിടെ അടുത്തേക്ക് കർത്താവ് പോയത് എങ്ങനെയാണ്? കർത്താവ് വെള്ളത്തിന് മീതെ നടന്ന് അങ്ങോട്ട് ചെല്ലുന്നത്. വെള്ളത്തിന് മീതെ നടക്കുന്നുണ്ട്. ശിഷ്യന്മാർ പേടിച്ചു, ഭൂതം വരുന്നു നമുക്ക് വിചാരിച്ചു. കർത്താവാണെന്ന് നമുക്ക് തോന്നിയില്ല. കാരണം എന്താ? ഉറക്കളപ്പുണ്ട്, കണ്ണിൽ വെള്ളം കയറിയ കാഴ്ചയുടെ പ്രശ്നമുണ്ട്, മനസ്സ് അങ്കലാപ്പിലാണ്. കർത്താവ് അവരെ വിട്ടേച്ച് പോയതിൻ്റെ സങ്കടമുണ്ട്. അവിടെ അന്നത്തെ പരിപാടിയൊന്നും നടന്നിട്ടില്ല. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച് 5000 പേർക്ക് ആഹാരം കൊടുത്തു. ഇവർക്ക് ഒരു കഷ്ണം കഴിക്കാനൊത്തില്ല. കർത്താവ് ഒരു കഷ്ണം എടുത്ത് കൊടുത്തുമില്ല. പരിഭവവും പരാതിയും ഒക്കെ ആയിട്ട് വരിഞ്ഞ് വളരെ മനസ്സ് വിഷമിച്ചാണ് കഴിയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ വികലമായിരിക്കും അവരുടെ ധാരണകൾ. യേശുവിനെ ഭൂതമായി തെറ്റിദ്ധരിക്കുന്നു. ഇത് കർത്താവിനറിയാം. അപ്പോൾ യേശുവിനെ ഭൂതമായി തെറ്റിദ്ധരിക്കുന്നവരുടെ
പടവിലോട്ട് ചെന്ന് ഓടി അങ്ങ് കയറിയിരുന്നെങ്കിൽ അങ്ങനെ അതെല്ലാം ചത്തുപോയേനെ. കർത്താവേ ഇവരെ സഹായിക്കാൻ വരുമ്പോൾ പയ്യെ അങ്ങോട്ട് ചെന്നിട്ട് ആ പടവിൻ്റെ അടുത്തൂടെ മാറി അങ്ങ് നടന്നങ്ങ് പോകുമായിരുന്നു. അത് മത്തായി എഴുതിയിട്ടില്ല, മർക്കോസാണ് എഴുതിയത്. മർക്കോസിൻ്റെ പാഠം നോക്കിയോ, മർക്കോസിൻ്റെ അവതരണം നോക്കിയേ. മർക്കോസ് മാത്രമേ അത് എഴുതിയിട്ടുള്ളൂ. അതിൻ്റെ കാരണം നിരാശയിലും സങ്കടത്തിലും പീഡയിലും ദുഃഖിച്ചിരിക്കുന്ന അവരുടെ അടുത്തേക്ക് യേശു എന്താ ഉടനെ വരാത്തതെന്നുള്ള ഒരു സങ്കടം അവർക്കുണ്ട്. യേശു എവിടെ പോയി, യേശുവിന് എന്താ പറ്റി എന്ന് വിചാരിച്ച് അകലപ്പെടുമ്പോൾ യേശു ഇച്ചിരി അകലത്തിലൂടെ പോകുന്നുണ്ട്. അടുത്ത് വന്നാൽ പേടിക്കും അവർ. അടുത്ത് വന്നാൽ ഭൂതമാണെന്ന് പറഞ്ഞ് പേടിച്ച് മാനസിക രോഗം വല്ലതും വരും എന്ന് വിചാരിച്ച് അകന്ന് നടക്കുന്നത്. അപ്പം നമ്മുടെ പ്രാർത്ഥന മുറിയിലേക്ക് യേശു പ്രത്യക്ഷപ്പെടാത്തതിൻ്റെ കാര്യം എന്നാണെന്നറിയാം. ഭൂതമാണെന്ന് പറഞ്ഞ് വല്ല പേക്കിനാവാണെന്നൊക്കെ വിചാരിച്ച് വല്ല മാനസിക രോഗം വരാതിരിക്കാനാണ് കർത്താവ് പ്രത്യക്ഷപ്പെടാതെ. മനസ്സിലായോ? കർത്താവ് ഞാൻ അടുത്തിടക്കൊന്ന് പോവുകയേ ഉള്ളൂ. തൊട്ടടുത്ത് വന്നാൽ പേടിച്ച് പോയി ചിലപ്പോൾ. നമ്മൾ അത്രയ്ക്കുള്ള വളർച്ചയെ നോക്കുള്ളൂ. അതുകൊണ്ട് കഷ്ടതയിലും സങ്കടത്തിലും ദുഃഖത്തിലും പീഡനങ്ങളിലും നിരാശപ്പെട്ടിരുന്ന അന്നത്തെ ക്രിസ്ത്യാനികളുടെ അടുത്തേക്ക് കർത്താവ് എന്താ വരാത്തെന്ന് പലരും ചോദിച്ചു. അക്രൈസ്തവർ ചോദിച്ചു, നിന്റെ ദൈവം എവിടെ പോയി, ഇയാളെ വിളിച്ചിട്ട് എന്താ വരാത്തത്? അതിന് മറുപടി ഇതിനകത്തുണ്ട്. നേരിട്ട് ഇങ്ങോട്ട് വന്ന് ഉടനെ കയ്യെ പിടിച്ച് രക്ഷിച്ച മാറ്റുകയില്ല. പയ്യെ 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 കർത്താവ് അടുത്ത് വരുവുള്ളൂ. എന്തിനാ? നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പയ്യെ കർത്താവ് നമ്മളോട് ഇടപെടുകയുള്ളൂ. പെട്ടെന്ന് കയറി ഇങ്ങോട്ട് വന്നാൽ ഭൂതമാണെന്ന് വിചാരിച്ച് മാനസിക രോഗമായി ഉണ്ടാകാൻ ഇവിടെ ഇച്ചിരി അകലത്തൂടെ പോയപ്പോൾ ദൂരെ ഒരു ഭൂതം വരുന്നതെന്നേ തോന്നി. അധികം പേടിക്കാനില്ല, ദൂരെ കൂടെ ഒരു ഭൂതം വരുന്നുണ്ടെന്നേ വിചാരിച്ചു. നേരെ മറിച്ച് വന്ന പാടെ വള്ളത്തിലോട്ടങ്ങ് ചാടി കയറുക എന്ന് തന്നെ ചെയ്തേനെ, പേടിച്ചു പോയെന്നെ. അതുകൊണ്ടാണ് മർക്കോസ് ആ കാര്യം പറഞ്ഞത്. എവിടെ എഴുതിയിരിക്കുന്നു നോക്കിയേ. എന്നിട്ട് മർക്കോസിന്റെ സുവിശേഷം 6:47 മുതൽ 56 വരെ വായിക്കുമ്പോൾ അവർ തുഴഞ്ഞ് വിഷമിക്കുന്നത് യേശു കണ്ടു. രാത്രി 4 യാമത്തിൽ യേശു കടലിന്മേൽ നടന്നു. അവരുടെ അടുത്തുകൂടി അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു. വള്ളത്തെ കയറിയില്ല, കടന്നു പോകുന്ന ഭാവം. അടുത്തുകൂടി അങ്ങ് പോവുക. അവർ കാണുകയും ചെയ്തു. നേരിട്ട് അങ്ങോട്ട് ചെന്നില്ല. എമ്മൗസിലേക്ക് നടന്ന ശിഷ്യന്മാരുടെ കൂടെ ഇതായിരുന്നു പരിപാടി. വർത്താനമൊക്കെ പറഞ്ഞു. ഒരു വീടിൻ്റെ പടിക്ക് ചെന്നപ്പോൾ നടന്നങ്ങ് പോവുക. പിന്നെ അവർ വിളിച്ചു വരുത്തി. കർത്താവിനെ സ്വീകരിച്ചപ്പോഴാണ് അവിടെ കണ്ണു തുറന്നതെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ യേശുവിനെ വിശ്വസിച്ച് വിളിച്ചു വരുത്തിയെങ്കിൽ മാത്രമേ അവൻ്റെ സഹായം നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. കർത്താവ് നമ്മൾ ഒരുങ്ങാതെ നമ്മുടെ അടുത്തേക്ക് വരികയില്ല. ആ സമയത്ത് കയറി വന്നാൽ ഗുണത്തേക്കാൾ ദോഷമാണ് ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ അവർ തുഴഞ്ഞ് വിഷമിക്കുന്നത് യേശു കണ്ടു. രാത്രി 4 യാമത്തിൽ യേശു കടലിന്മേൽ നടന്ന് അവിടെ അടുത്തുകൂടി കടന്നു പോകുവാൻ അവരെ വിട്ട് കടന്നു പോകുവാൻ ഭാവിച്ചു. അവൻ വെള്ളത്തിന്മേൽ നടക്കുന്നത് കണ്ടു. അത് ഭൂതമായിരിക്കുമെന്ന് അവർ വിചാരിച്ചു, ഭയപ്പെട്ടു. അപ്പോൾ കുറച്ച് ദൂരെ കൂടെ കടന്നു പോകുന്നതാണ് ഇവിടെ പേടിച്ചെങ്കിൽ പിന്നെ നേരിട്ട് നിന്ന് കയറി അങ്ങനെ ഇരുന്നേനെ. അതാണ് കർത്താവിൻ്റെ കരുതലെന്ന് പറഞ്ഞത്. അപ്പം നമ്മുടെ മാനസിക സ്ഥിതി, ശാരീരിക സ്ഥിതി, നമ്മുടെ സഹനശക്തി, നമ്മുടെ ബുദ്ധി, നമ്മുടെ ബോധവേ ശരിക്കും കർത്താവിനറിയാം. ഇത്രയും നാളായിട്ട് ദൈവം നമുക്ക് പ്രത്യക്ഷപ്പെടാത്തതിൻ്റെ കാര്യം മനസ്സിലായോ? നമ്മൾ അവനെ സ്വീകരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. നമ്മുടെ അബോധ മനസ്സ്, ഉപബോധ മനസ്സ്, സുബോധ മനസ്സിനകത്തൊക്കെ പിശാചിൻ്റെ വെളിപ്പെടുത്തങ്ങളുണ്ട്. അവൻ പറയുന്നതേണ്ട് ഭൂതം കയറി വരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കലക്കി കളയും. അപ്പോൾ പിശാചിൻ്റെ ഒളിപ്പിടങ്ങളെല്ലാം തകർത്ത് കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് കയറി വന്നാൽ അവനെ സ്വീകരിപ്പാനോ അവനെ ആസ്വദിക്കുവാനോ അതിൽ സന്തോഷിക്കുവാനും പറ്റിയ ഒരുക്കവും മെരുക്കവും ഒക്കെ നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്രയും നാളായിട്ടും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കർത്താവ് വരാഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായോ? പിശാചിൻ്റെ ഒളിപ്പിടം അവിടെയുണ്ട്. നമ്മൾ തന്നെ അവന് കൊടുത്തതാണ്. അതങ്ങ് തീരട്ടെ എന്ന് വിചാരിച്ച് കർത്താവ് ഇടയ്ക്കൂടെ ചാടിക്ക് കൂടെ ഒക്കെ ഒന്ന് പോയെന്നൊക്കെ ഇരിക്കും. കുർബാനയ്ക്കും പ്രസംഗത്തിനിടയിൽ കർത്താവിൻ്റെ അടുത്തോടെ ഒന്ന് പോകുന്നേ ഉള്ളൂ. നിങ്ങളവനെ വിളിക്കുന്നുണ്ടോ? വിളിക്കണം. കർത്താവെ അങ്ങ് പോകല്ലേ, ഞങ്ങളെ കടന്നു വിട്ട് പോകല്ലേ, ഞങ്ങൾക്ക് നിന്നെ വേണം, നീ തന്നെയാണ് ഞങ്ങളുടെ ഇവിടെ ഏകരക്ഷകൻ, നിനക്ക് മാത്രമുള്ളതാണ് ഞാനെന്ന് പറഞ്ഞ് പേടിയില്ലാതെ, പേടിയുണ്ടാകാതെ, സന്തോഷത്തോടെ ധൈര്യപ്പെടുകയെന്ന് നമ്മുടെ അകത്തേക്ക് കയറി ശാന്തത, സ്വസ്ഥത അനുഭവിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അകത്ത്. അപ്പം സുവിശേഷ സത്യങ്ങൾ അവതരിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളൊരു സന്ദേശം ഇതിനകത്തുണ്ട്. പഠിച്ചതെല്ലാം പറഞ്ഞ് ഏൽപ്പിക്കുന്ന നല്ല പ്രസംഗം. കേൾവിക്കാരുടെ നിലവാരം അനുസരിച്ച് അവർക്ക് ആശ്വാസം കിട്ടുന്നത് മാത്രം പറഞ്ഞു വെച്ചാൽ മതി. സത്യമേ പറയാവൂ, സത്യം എല്ലാം പറയേണ്ട കാര്യമില്ല.
പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി. സത്യമേ പറയാവൂ, പക്ഷെ സത്യങ്ങളെല്ലാം ആവശ്യമുള്ള പ്രയോജനമുള്ള സത്യം പറഞ്ഞാൽ മതി. അതാണ് മർക്കോസും മത്തായിയും. ഇപ്പം യഹൂദന്മാരെ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഈ വിഷയം പറയുമ്പോൾ ഇതൊന്നും പറയേണ്ട കാര്യമില്ല. ഏതാ അവൻ വരുന്ന ഭാവം കാണിച്ചേച്ചങ്ങ് പോയെന്ന്, അതിന് അവിടെ പ്രസക്തിയില്ല. ആ കാര്യം പറയുന്നില്ല. കർത്താവ് എന്താ ചെയ്തു? ശിഷ്യന്മാർ ഭയപ്പെട്ട് ഭൂതം എന്നൊക്കെ പറഞ്ഞു യേശു ഉടനെ അവരോട് സംസാരിച്ചു എന്നാണ് പറയുന്നത്. ധൈര്യപ്പെടുകയും ഞാൻ തന്നെയാകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. കീപ്പ അവനോട്, എൻ്റെ കർത്താവ്, നീ ആണെങ്കിൽ വെള്ളത്തിൽ കൂടി നിന്റെ അടുക്കൽ കടന്നു വരുവാനോട് കൽപ്പിക്കണമെന്ന് അപേക്ഷിച്ചു. യേശു അവനോട് വരിക എന്ന് പറഞ്ഞ് കീപ്പ വഞ്ചിയിൽ നിന്നിറങ്ങി. അപ്പോൾ ഈ രണ്ട് കോണ്ടക്സ്റ്റിലാണ്, രണ്ട് സാഹചര്യത്തിലാണ് ഈ ഒരേ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രസംഗിക്കുമ്പോൾ, സുവിശേഷം പറയുമ്പോൾ, സാക്ഷ്യങ്ങൾ പറയുമ്പോൾ കേൾവിക്കാരുടെ സ്റ്റാൻഡേർഡ് നോക്കി അവരുടെ ആവശ്യമനുസരിച്ച് അവർക്ക് ആശ്വാസവും പ്രത്യാശയും ദൈവസ്നേഹവും വർദ്ധിക്കത്തക്ക തരത്തിൽ വേണം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ. അല്ല പഠിച്ചതെല്ലാം പറഞ്ഞു കേൾപ്പിക്കുന്നതല്ല സുവിശേഷ പ്രസംഗം എന്നുള്ളൊരു പാടും ഇതിനകത്തുണ്ട്. അങ്ങനെ നമ്മൾ സന്ദർഭോചിതമായ പരിജ്ഞാനത്തോടെ കർത്താവ്, നീ എന്നെ പഠിപ്പിച്ചിരിക്കുന്ന ഏതൊക്കെ സത്യങ്ങളാണ് ഇപ്പോൾ ഇവർക്ക് പ്രയോജനപ്പെടുന്നത് അത് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ തന്നെയാണത് പറയേണ്ടത്, പറയാൻ സമയമായോ, അത് പ്രയോജനപ്പെടുമോ, അതവർക്ക് വിശ്വാസമായിട്ട് പരിണമിക്കുമോ എന്നൊക്കെ ചോദിച്ചെങ്കിലേ കൃപയൊപ്പുള്ള വാക്ക് പറയാൻ സാധിക്കുള്ളൂ. കൃപയൊപ്പുള്ള വാക്ക് പറയണമെങ്കിൽ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കണം. നമുക്ക് പല സത്യങ്ങൾ അറിയാവുന്ന സത്യങ്ങൾ ഇന്ന് ഈ കേൾവിക്കാരോട്, അല്ല ഇന്ന് എന്നെ കേൾക്കുന്ന ഇന്നയാളോട് ഞാൻ ഇന്ന കാര്യം പറയുമ്പോൾ അത് പറയാൻ സമയമായോ, അത് ഞാൻ തന്നെയാണോ പറയേണ്ടത്, അതുകൊണ്ട് പ്രയോജനമുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. ചിലപ്പോൾ ചില കാര്യങ്ങൾ വേറെ ആളെ കൊണ്ട് പറയിപ്പിക്കായിരിക്കും നല്ലത്. പലരെ ഇവിടെ വരുത്തുന്നതിൻ്റെ കാര്യം ഇതാ. എക്യുമെനിക്കൽ ഫെലോഷിപ്പ് പലതരത്തിലെ കൊണ്ട് പ്രസംഗിപ്പിക്കുന്നതിൻ്റെ കാർത്ത എല്ലാവരെയും കൊണ്ടും പറയിപ്പിക്കുകയില്ല. അത് ദൈവം നമുക്ക് ആ നിയോഗം തന്നെങ്കിൽ മാത്രമേ അത് പ്രയോജനപ്പെടുകയുള്ളൂ. അറിയാവുന്ന കാര്യവും എപ്പോഴാണ് പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത് ദൈവാത്മാവ് നിശ്ചയിച്ച് ആരെ കൊണ്ട് പറയിപ്പിക്കുന്നു അവർ ആര് പറഞ്ഞാലും സത്യം ഗ്രഹിക്കണം, സത്യം വിശ്വാസമായിട്ട് പരിണമിക്കണം എന്ന വിചാരത്തിൽ ആ ഒരു അടക്കവും ഒതുക്കവും ദൈവഹിതത്തിന് വേണ്ടിയുള്ളൊരു ജാഗരണവും കൂടി ഇതിനകത്ത് വേണമെന്നുള്ള കാര്യം ഓർപ്പിക്കണം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചൊരു കാര്യം, മൂകനും ബധിരനുമായ ഒരുവൻ വർത്താനം പറയാൻ കഴിവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ കർശനമായിട്ട് പറഞ്ഞു, ഇപ്പം നീ ആരോടും മിണ്ടരുത്, ഇനിയും പല പണി നിൻ്റെ അകത്ത് നടക്കാറുണ്ട്, ഇതാരോടും ഇപ്പം മിണ്ടണ്ട, അരപ്പണി ആശാനെയും കാണിക്കാൻ പാടില്ല. പക്ഷെ അവനത് കേട്ടോ. അവന് വർത്താനം പറയാനങ്ങോട്ട് കഴിവ് കിട്ടിയപ്പോഴത്തേക്ക് അങ്ങ് ചെലവിലാന്ന് വർത്താനങ്ങൾ തുടങ്ങി. കണ്ടവരോടൊക്കെ അങ്ങ് പറഞ്ഞു. എന്ത് സംഭവിച്ചു? അവന് വർത്തമാനം പറയാൻ കഴിവ് കൊടുത്ത ആളിനോട് അവൻ നന്ദിയില്ലാതായി, അയാൾ പറയുന്നത് കേൾക്കാതായി. അവന് കുരിശ് ഫാക്ടറിയിലായിരുന്നു ഇന്നത്തെ ജോലി. കർത്താവിൻ്റെ വേലയ്ക്ക് തടസ്സം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് വർത്തമാനം പറയാനും കാണാനും കേൾക്കാനും പഠിക്കാനുള്ള കഴിവ് കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനോട് ചോദിച്ച് പറയേണ്ട പോലെ പറയുന്നിടത്ത് മാത്രം പറഞ്ഞെങ്കിലേ ഇതിന് പ്രയോജനമുള്ളൂ. ആ ദൈവം തമ്പുരാനെ വേലയ്ക്ക് തടസ്സമാകാൻ പാടില്ല എന്നുള്ള പാടും ഇതിനകത്തുണ്ട്. നമുക്ക് വലിയ നോമ്പിൻ്റെ 5-ാം വാരത്തിൽ ഏകരക്ഷകനായ യേശുവിനെ നമ്മൾ 100% സ്വീകരിച്ചോ? ആ ഏകരക്ഷകനായ യേശുവിനെ നമ്മുടെ ഉള്ളിൽ രാജാവായി വാഴുവാൻ തക്കവണ്ണം പിശാചിൻ്റെ ഒളിപ്പിടങ്ങൾ നമ്മൾ തകർത്തോ? ആ പരിശോധന നടത്തി, സത്യകുംഭസാരം നടത്തി, രഹസ്യമായി ദൈവസ്ഥനിലിരുന്ന് പിതാവ് പുത്രനെ നമുക്ക് തരുന്ന പോലെ നമ്മളെടുത്ത് പുത്രന് കൊടുത്തെങ്കിലേ നമുക്ക് കർത്താവിൽ ആനന്ദിക്കാനൊക്കെ ഉള്ളൂ, സന്തോഷിക്കാനൊക്കെ ഉള്ളൂ എന്ന കാര്യം പറഞ്ഞുകൊണ്ട് ധ്യാനം സമാഹരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കേട്ടതായ ആ ഏക സത്യ ദൈവമായ യേശുവിനെ മാത്രം അറിയുകയും അവനെ മാത്രം വിശ്വസിക്കുകയും ആശ്രയിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന വലിയ കടപ്പാട് ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ കേട്ടു. സ്വർഗത്തിലെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും സന്തോഷിപ്പിച്ച് പ്രസാദിപ്പിക്കാൻ ഉള്ള മാർഗം എന്നാണ് ഞങ്ങളെ കേൾപ്പിച്ചു. ഇവൻ എൻ്റെ പ്രിയപുത്രനോട് ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്വർഗത്തിലെ പിതാവ് മനുഷ്യനായി തീർന്ന പുത്രനോട് പറഞ്ഞതുപോലെ മനുഷ്യരായ ഞങ്ങളെ നോക്കി ഇതുവരെയും നീ എൻ്റെ പ്രിയപുത്രിയാണെന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. അതേതോ കാര്യത്തിൽ നിനക്ക് അപ്രീതി ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം നിങ്ങൾ സമ്മതിച്ചിരിക്കുന്നത്. ഏത് കാര്യമാണ് നിന്നെ പിണക്കിയത്, അപ്രീതി ഉണ്ടാക്കിയത്, അതെല്ലാം കണ്ടെത്തി പിതാവിൻ്റെ പ്രസാദത്തോടുകൂടിയ മകനെ മകളെ എന്നുള്ള വിളി ഞാൻ ഇന്ന് നിന്നെ പ്രസാദിച്ചിരിക്കുന്നു. നിൻ്റെ സാക്ഷ്യവും നിൻ്റെ ജീവിതവും അവിശ്വാസികളോട് ഇണയില്ലാപ്പിടാതെ അവരെ വിട്ടൊഴിയുന്നതും അവരെ സ്വീകരിക്കാതിരിക്കുന്ന അവരുടെ കുശലപ്രശ്നം പോലും നടത്താതിരിക്കുന്ന ആ
ഏകാഗ്രതയും നിർമ്മതയും വിട്ട് വഷളായി പോകാതിരിക്കാനുള്ള നിൻ്റെ ആ ജാഗ്രത എനിക്ക് ഇഷ്ടമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല ആ കർത്താവ് ഞങ്ങളോട്. അത്രയ്ക്ക് ജാഗ്രതയോടെ ഞങ്ങൾ ജീവിച്ച് ആരെല്ലാം പിണങ്ങിയാലും ദണ്ഡിപ്പിച്ചാലും പീഡിപ്പിച്ചാലും എന്തെല്ലാം നഷ്ടകഷ്ടങ്ങൾ വന്നാലും കർത്താവ് അതിൻ്റെ 100 മടങ്ങ് തരാൻ കഴിവുള്ളവനാണ് നിലത്തെ സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേട്ടു. കർത്താവിനെ സുവിശേഷിക്കുവാനും കർത്താവിൻ്റെ വേല ചെയ്യുവാനും ബന്ധപ്പെട്ടവർക്ക് പലർക്കും ജോലി നഷ്ടപ്പെട്ടതും പല കാര്യങ്ങൾ ഒറ്റപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ കേട്ടു. പക്ഷെ അവർ മടുത്തു പോകാതെ ദൈവസന്നിധിയിൽ ജാഗ്രതയോടെ കാത്തിരുന്ന് ഉപദേശത്തിൻ്റെ അതിര് വിട്ടുപോകാതെ ഉപദേശത്തിൻ്റെ ഉള്ളിൽ തന്നെ പിടിച്ചു നിന്നപ്പോൾ അവർ നഷ്ടപ്പെട്ടതിൻ്റെ അനേകമടങ്ങ് ഇരട്ടിയുള്ള ധനവും മാനവും ജീവനും അവരെ തേടി വന്ന കർത്താവ് അവരെ പലയിടങ്ങളിൽ വിജയിപ്പിച്ച രംഗം ഞങ്ങൾ കേട്ടു. ഞങ്ങൾ ഏത് തുറയിലായിരുന്നാലും ഏത് രംഗത്തായിരുന്നാലും യോഹന്നാൻ്റെ ലേഖനത്തിൽ ഇന്നത്തെ സുവിശേഷങ്ങളിൽ ഞങ്ങൾ പഠിച്ച പാഠം ഉപദേശത്തിൻ്റെ അതിര് വിട്ടു പോകാതെ ഞങ്ങളെ നിൻ്റെ ഉള്ളിൽ പിടിച്ചു നിർത്താൻ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതികേറ്റാനായിട്ട് തന്നെ.